സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ദീപാവലിയുടെ വിശേഷപ്പെട്ട ഒരു തിഥി ചതുർദശി. നാളെ ഇപ്പോൾ അമാവാസിയാണ്. അമാവാസിയുടെ ഇരുട്ടിൻ്റെ കാഠിന്യം നമുക്കറിയാം. ചതുർദശിയിൽ നിന്ന് അമാവാസിയിലേക്ക് പരിവർത്തിക്കുന്ന തിഥി ഇരുട്ടിൻ്റെ കാഠിന്യം കൂട്ടുകയാണ്. പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഇരുട്ട് ചെന്നിട്ട് ഈശ്വരനോട് പരാതി പറഞ്ഞു, എന്നെ സൂര്യൻ തുരത്തുകയാണ്, ഞാൻ എവിടെ പോയാലും അവിടെ നിന്നെ തുരത്തുകയാണ്, എനിക്ക് എവിടെയും നിൽക്കാൻ സ്ഥലം തരുന്നില്ല ഇയാൾ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചാൽ അവിടെ വന്നിട്ട് ഇയാളിനെ തുരത്തുകയാണ്. അങ്ങനെ സൂര്യൻ്റെ ഈ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഈശ്വരനോട് ഇരുട്ട് കംപ്ലൈൻറ്റ് ചെയ്തു, പരാതി കൊടുത്തു. അപ്പോൾ ഏതായാലും ഒരു മീറ്റിംഗ് വിളിക്കാം, ഒരു സമവായം വേണമല്ലോ വെച്ചിട്ട് ഈശ്വരൻ സൂര്യനെ സമ്മേളനത്തിന് വിളിച്ചു. സൂര്യൻ വന്നു, ഇരുട്ടിനെ കാണാനില്ല. അപ്പോൾ സൂര്യൻ പറഞ്ഞു, എന്താണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, അല്ല, ഇരുട്ട് വല്ലാതെ കംപ്ലൈൻറ്റ് പറയണം, നീ അവനെ എവിടെയും ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, എവിടെ ചെന്നാലും തുരത്തുകയാണ്, എവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഇരുട്ട് എവിടെ? ഇരുട്ടിനെ ഞാൻ തുരത്തുന്നു പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ തുരത്തുന്ന ശത്രു നിങ്ങൾ പറഞ്ഞ പോലെ ആ പരാതിയിൽ കഴമ്പില്ല, കാരണം ഞാൻ അങ്ങനെ ഒരാളെ ഈ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ മൂലകഥയുടെ അർത്ഥം, ഇരുട്ടൊരു മിഥ്യയാണ്, വെളിച്ചത്തിൻ്റെ അഭാവത്തെയാണ് ഇരുട്ടെന്ന് വിളിക്കുന്നത്. ഇരുട്ടിന് അതിൻ്റെതായ സ്വത്വമില്ല, എക്സിസ്റ്റൻസ് ഇല്ല. സ്വത്വമുള്ളത് വെളിച്ചത്തിനാണ്. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. അപ്പോൾ അറിവിൻ്റെ അഭാവമാണ് അജ്ഞാനം, വിദ്യയുടെ അഭാവമാണ് അവിദ്യ. അപ്പം ഇങ്ങനെ എല്ലാ നന്മകളുടെയും അഭാവമാണ് തിന്മ എന്നല്ലാതെ തിന്മയ്ക്ക് ഒരു സ്വത്വം കൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. രാവണനെ തിന്മകളുടെ സ്വത്വമായിട്ടൊക്കെ നമ്മൾ പറയുമെങ്കിലും രാവണന് അനേകം ഗുണങ്ങളുണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല. സംഗീതമാവട്ടെ, സാഹിത്യമാവട്ടെ, വൈദിക ശാസ്ത്ര സംബന്ധിയായ അറിവാവട്ടെ, സംസ്കൃത പാണ്ഡിത്യമാവട്ടെ, വൈദികമായ ക്രിയകളിലുള്ള അറിവാവട്ടെ, എല്ലാറ്റിലും കേമനാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ രാക്ഷസൻ്റെ ചിന്തയിൽ ഉടലെടുക്കുന്ന വികാരങ്ങളുടെ വേലിയേറ്റത്തെ നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിച്ചില്ല എന്നിടത്താണ് അയാളുടെ മരണം പോയിരുന്നത്. ഒരാളുടെ മരണം ഇരിക്കണം. ഇപ്പം ഒരാൾ മരിക്കണമെങ്കിൽ ഒരു കോസ്, ഒരു കാരണം വേണം. അപ്പോൾ ആ കോസ് നമ്മൾ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്, ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, അനവധി വിദ്യാ സ്ഥാപനങ്ങളുണ്ട്, അനവധി സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും അനവധി നഗരങ്ങൾ സ്വന്തമായിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അടങ്ങാത്ത ഒരു ദുര വീണ്ടും തോന്നുകയാണ്, ഒന്ന് ആ പെണ്ണിനെയും കൂടി ഒന്ന് പിടിക്കാം എന്ന് തോന്നുന്നിടത്താണ് സത്യത്തിൽ ഏറ്റവും വലിയ വില്ലാളി വീരൻ്റെയും മരണം പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിലെ നമ്മുടെ സംസ്കാരത്തിൽ ആശയ്ക്ക് എപ്പോഴും അതിര് വയ്ക്കണമെന്ന് പറയും. ആശയ്ക്ക് അതിര് വെച്ചില്ലെങ്കിൽ ആ ആശ കൊണ്ട് തന്നെ നമ്മുടെ മരണവും ഉണ്ടാവും. മരണം മാത്രമല്ല, അപമാനമോ സമൂഹത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നിലയോ ഒക്കെ ഈ ദുരാശ കൊണ്ട് നിരാശ വളരെ കാര്യമായിട്ട് വരും എന്നതിൻ്റെ ഒരു പാഠമാണ് രാവണൻ. പക്ഷേ ഇതേ രാവണൻ്റെ അടുത്ത് രാവണൻ മരണശയ്യയിലാണ്. എന്നുവെച്ചാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാന്റെയും പടയുടെയും മറ്റും താടനവും അതുപോലെ തന്നെ അമ്പുകളും ഏറ്റിട്ട് ലോകത്തെ ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്നറിയപ്പെട്ടിരുന്ന, അതുവരെ ലോകത്തിലെ ലോകൈക വീരൻ എന്നറിയപ്പെട്ടിരുന്ന ആൾ വീണ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തോൽപ്പിക്കപ്പെട്ട ആളിൽ നിന്ന് നമ്മളൊന്നും പഠിക്കാറില്ല. പൊതുവെ തോറ്റവൻ്റെ അടുത്തൊന്നും പഠിക്കാൻ നിൽക്കാറില്ലായിരുന്നു. വിജയിച്ചവനടുത്ത് പോയിട്ട് എങ്ങനെ വിജയിച്ചു, എന്താണ് വിജയ രഹസ്യം ചോദിക്കും. ആരെങ്കിലും തോൽവിയുടെ രഹസ്യം ചോദിക്കും. ലോകത്താദ്യമായിട്ട് വിജയത്തിൻ്റെയും തോൽവിയുടെയും രഹസ്യം ഒരു തോറ്റവനോട് ചോദിച്ചത് ശ്രീരാമനാണ്.
അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി നേരിട്ട് ചോദിക്കുകയല്ല ചെയ്തത്. തൻ്റെ അനുജനായ ലക്ഷ്മണസ്വാമിയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ രാവണൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക, വിദ്യ ചോദിക്കുക. ഇവിടെ നോൺ വെജിറ്റേറിയനൊക്കെ ഉണ്ട്, വായ തുറന്നിരിക്കേണ്ടാരും, നല്ല ലൈറ്റ് വരുന്നുണ്ട്, പ്രാണികൾ വായിലേക്ക് പോകുന്നുണ്ട്, പ്രത്യേക ഒരു കോഷൻ തരികയാണ്. അതായത് നീ പോയിട്ട് ചോദിക്കുക, രാവണനോട് ചോദിക്കുക, എന്താണ് ജീവിതത്തിൻ്റെ മൂല്യം, എന്താണ് പാഠം, എന്താണ് ഒരു മനുഷ്യൻ ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങയുടെ വിജയരഹസ്യം എന്താണ്, അങ്ങ് ഇപ്പോൾ ഈ അവസ്ഥയിലാവാൻ കാരണം എന്താണ്, ഇതൊക്കെ ചോദിച്ചു പറയാൻ പറ്റും. ലക്ഷ്മണൻ പോയിട്ട് കുറേ നേരം അവിടെ നിന്നിട്ടും ലക്ഷ്മണന് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നതിലും തടവിൽ പാർപ്പിച്ചതിലും അനേകം നിഷ്കളങ്കരായ വാനരന്മാരെ കൊന്നതിലും മനുഷ്യരെ കൊന്നതിലും അധർമ്മത്തിൻ്റെ യുദ്ധം കാഴ്ചവെച്ചതിലും ധർമ്മമൂർത്തിയെ തൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രസ്വാമിക്കെതിരെ പോർക്ക് വന്നതൊക്കെ ലക്ഷ്മണൻ്റെ ഉള്ളിൽ നീരസമുണ്ട്. ആ നീരസം കാരണം ഇവനോട് എന്ത് പഠിക്കാനാണെന്നൊരു മൂഡിലാണ് ലക്ഷ്മണൻ പോയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ മര്യാദ, ഒരു വിദ്യ ആരിൽ നിന്ന് അഭ്യസിച്ചാലും ആ വിദ്യയോട് നമുക്കൊരു ബഹുമാനം വേണം. ആ വിദ്യയോട് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ. ഇപ്പോൾ ശുക്രാചാര്യരുടെ അടുത്ത് കചനെ വിദ്യയ്ക്ക് പറഞ്ഞേക്കും, ശുക്രാചാര്യരുടെ അടുത്ത് ബൃഹസ്പതി വിദ്യയ്ക്ക് പറഞ്ഞേക്കുന്നുണ്ട് കചനെ. അപ്പോൾ വിദ്യയ്ക്ക് പറഞ്ഞേക്കും ശുക്രാചാര്യ ആരാണ്? അസുരന്മാരുടെ ഗുരുവാണ്, അസുര ഗുരുവാണ് ശുക്രൻ. അപ്പോൾ അസുരന്മാരുടെ അടുത്ത് വിദ്യയ്ക്ക് പറഞ്ഞയക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് സാധിക്കില്ല അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ ശത്രുക്കൾ തന്നെയാണ്, ഒന്നും കണക്കാക്കില്ല. ശത്രുവിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, തെറ്റാണെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ശത്രു ആയിക്കോട്ടെ, അവനിലും ഗുണങ്ങളുണ്ടാവും, ആ ഗുണങ്ങൾ നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതാണ് ശരിക്കും നന്മയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ കചൻ പോയിട്ട് അവിടെ നിന്നാണ് സഞ്ജീവനി വിദ്യ, മൃതസഞ്ജീവനി വിദ്യ പഠിക്കുന്നത്. ദേവന്മാർക്ക് അറിയില്ലായിരുന്നു. ഹിന്ദുക്കളും ദേവന്മാരും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അറിയാം. ഹിന്ദുക്കളും ദേവന്മാരും പൊതുവെ മടിയന്മാരാണ്. അതായത് ഒരു യുദ്ധം ജയിച്ച് കഷ്ടപ്പെട്ട് ചണ്ഡിക യുദ്ധം നയിച്ച് ശുംഭനിശുംഭന്മാർ, മഹിഷാസുരൻ, അതുപോലെ ചണ്ടമുണ്ടന്മാർ തുടങ്ങിയിട്ടുള്ള ലോകൈക കണ്ടകന്മാരായിട്ടുള്ള ദുഷ്ടന്മാരിൽ നിന്നൊക്കെ ദേവലോകം വീണ്ടെടുത്ത് കൊടുത്തു ചണ്ഡിക. എന്നിട്ടും പിന്നെയും ദേവന്മാർ പിന്നെയും 10 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞ പോലെ 50 ലോകത്തെ വേണ്ട നൃത്തം, ഡാൻസ് ബാർ, പാർട്ടി, ഇങ്ങനെ ഒരു വേറെ ലോകത്തേക്ക് മാറിപ്പോകുന്ന മൈൻഡ് ഹിന്ദുക്കൾക്കുണ്ട്. അല്പം വിജയത്തിൽ അമിത സന്തോഷം കൊണ്ട് ശ്രമിക്കാതിരുന്നിട്ട് പിന്നീട് നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകാം. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പാതയോരങ്ങൾ അങ്ങോട്ടും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം ഹിന്ദുക്കളുടേതുണ്ട്. ഞാൻ ഇത്തിരി കൊതിയനാണ്, ആഹാര കൊതിയനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്ക് പാലാട്ട് അച്ചാർ എന്നൊരു അച്ചാറുണ്ട്. ആ അച്ചാറൊന്നും കിട്ടിയാൽ കൊള്ളാച്ചിട്ട് ഞാൻ ടൗണിൽ ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിൽ പല കടയിൽ അന്വേഷിച്ച് പാലാട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ ഹിന്ദുവാണ്, അയാളുടെ കടയിൽ നിന്ന് വാങ്ങാം, മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വാങ്ങണ്ട എന്നൊക്കെ ഞാനിപ്പോൾ ഇവർ പറഞ്ഞ വർഗീയമായിട്ട് ചിന്തിച്ചു. കാരണം 10 റുപ്യ കിട്ടുകയാണെന്ന് വെച്ചാൽ ഹിന്ദുവിന് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഹിന്ദുവിൻ്റെ കടയിൽ ചെന്നു. ഹിന്ദുവിൻ്റെ കടയിൽ വെച്ചാൽ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ ഒരാളോട് കുഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്, ജീവിതം നശിച്ചു, ഇനി ഒന്നിനും പറ്റില്ല എന്ന മുഖഭാവമായിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു, അടിച്ചിരിക്കുന്നൊന്നുമില്ല. ഞാനെന്തോ അയാളെ ഉപദ്രവിക്കാൻ ചെന്നതുപോലെയോ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിൽ നിന്ന് ഒരു ടാങ്കർ കയറി വന്ന പോലെ മുഖണായിരുന്നു. അപ്പോൾ അയാൾ എന്നെ നോക്കി, എന്താ അപ്പോൾ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇവിടെ പാലാട്ടിൻ്റെ അച്ചാർ കിട്ടുമോ? അങ്ങനെ അവർ നോക്കി. അടൂർ ഗോപാലകൃഷ്ണ പടത്തിലുണ്ടോ അങ്ങനത്തെ സീനൊക്കെ. ജീവിതം നശിച്ചു, ഇനിയൊന്നുമില്ല, നരച്ചു മരിച്ചു, ഇനി യാതൊരു പ്രതീക്ഷയില്ലാത്ത വരെയാണ് ഹിന്ദു കച്ചവടക്കാരിരിക്കുക, ആരും ഇവിടെ വരണ്ട, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊതുകിനെ ഓടിക്കുന്ന സാധനമുണ്ട്, കുത്തി വെക്കുന്ന രാത്രി, എന്താ പറയുക, മോസ്കിറ്റോ റിപ്പല്ലർ. അതുപോലെ ഹ്യൂമൻ റിപ്പല്ലേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമർ റിപ്പല്ലേഴ്സാണ് 90% ഹിന്ദു കച്ചവടക്കാർ. സത്യമുള്ളത് പറയുകയാണ്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ അവൻ അവിടെയാണെന്ന് വെച്ചാൽ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പുറത്തൊരു പിക്ചറിൻ്റെ പാക്കറ്റ്, ഇപ്പുറത്തൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്, അപ്പുറത്ത് അങ്ങനെ ഒരു സ്റ്റോക്കില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ എനിക്ക് അച്ചാറൊന്നും എടുത്തു തരണം. മെല്ലെ എണീറ്റ് വേണം. അവിടെ അടൂർ ഗോപാലകൃഷ്ണ പടത്തിൽ എണീക്കണമെങ്കിൽ മെല്ലെ എണീറ്റ് പോയി തുടയ്ക്കാണ്ട് ആ പൊടി നിറഞ്ഞ സാധനം എടുത്തിട്ട് ഇടം കൈയോടെ തന്നു. അപ്പം ഞാൻ വാങ്ങിയില്ല. അപ്പോൾ എൻ്റെ ഈഗോ അവിടെ ഹേർട്ടായി. ഞാൻ പറഞ്ഞു വേണ്ട. തൊട്ടപ്പുറത്ത് ഒരു കാക്കാൻ്റെ കടയുണ്ട്, ചെല്ലേണ്ട താമസമേ ഉള്ളൂ. എന്താ പുഞ്ചിരി, എന്താ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് കീ സെക്കൻഡ്. അപ്പോൾ 2 എടുത്തിരുന്നത്, ഒന്ന് പാലാട്ട്, വേറൊന്ന് വേറെ, ഇത് കുറച്ചുകൂടി നല്ലതാണ്, ഇത് മറ്റേതാണ് പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്? ശത്രു എന്ന് നമ്മൾ പറഞ്ഞ് മുദ്ര കുത്തുന്ന അസുരനിൽ നിന്നും ചില നന്മകൾ പഠിക്കാനുണ്ട്. അസുരൻ്റെ പ്രത്യേകത, അവൻ സ്ഥിരോത്സാഹിയാണ്. അവൻ വിജയം കൊണ്ട് റെസ്റ്റ് ചെയ്യില്ല. വിജയിച്ചു എന്നതുകൊണ്ട് അവൻ വിശ്രമിക്കില്ല. തോറ്റു എന്നതുകൊണ്ട് അവൻ വിശ്രമിക്കില്ല. തോറ്റതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തൊലഞ്ഞു എന്ന് വിചാരിക്കില്ല.
ഹിന്ദു അങ്ങനെയല്ല. എനിക്കറിയാവുന്ന എത്രയോ തറവാടുകൾ നശിച്ചു പോയത് പറമ്പ് വിറ്റ് വിറ്റ് തിന്നും മദ്യപിച്ചും നശിച്ചവരാണ്. ഇങ്ങനെ നമ്മൾ ഈ നരക ചതുർദശിയിൽ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതം നരക സമാനമാക്കിയെന്നതിനെ പറ്റി കൂടി ചിന്തിക്കണം. ഇപ്പോൾ ദീപാവലിയുടെ അർത്ഥം പറയുമ്പോൾ ദീപങ്ങളുടെ ഉത്സവമാണ്, കുറേ ചെരാത് കത്തിച്ച് വെക്കണം, കുറേ പടക്കം പൊട്ടിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മളെങ്ങനെ ദീപാവലി കുളിച്ചു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദീപാവലി കുളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തെക്ക് നാട്ടിലൊക്കെയാണ് ചൊല്ല്. ദീപാവലി കുളിക്കുക പറഞ്ഞാൽ പാപ്പരാവുക, ഇല്ല മുടിയ, അതാണ് ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ. എങ്ങനെ ഹിന്ദുക്കൾ ഇങ്ങനെ ദീപാവലി കുളിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ, സമൃദ്ധമായി 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് വേദം നമ്മോട് ഉപദേശിക്കുന്നത്. സമൃദ്ധമായി എല്ലാ സമൃദ്ധിയോടും കൂടി 100 വർഷക്കാലം ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്ന് നമ്മെ ഉപദേശിക്കുന്ന സച്ഛാസ്ത്രമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളുടെ എല്ലാം പരമപ്രമാണമാണ് വേദം. ആ വേദത്തിലെ പ്രമാണമാണ് എന്ത്? അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നീങ്ങാനുള്ള അവസരമാണ് ഒരു മനുഷ്യജന്മം. ആ മനുഷ്യജന്മം വേണ്ടും വിധം ഉപയോഗിക്കുന്നവന് വിശ്രമം എന്നത് കർമ്മത്തിലാണ്. കർമ്മത്തിൽ വിശ്രമിക്കാൻ പഠിക്കുക എന്നാണ്. എന്നുവെച്ചാൽ ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുകയും അതിൽ വിശ്രമിക്കാൻ പഠിക്കുകയും ജീവിതത്തിൻ്റെ ഈ 100 വയസ്സ് വരെ ആയുസ് കിട്ടിയാൽ പോലും ജീവിതം അതീവ ഹ്രസ്വമാണ്. When you compare this life to the whole, to the big picture of time, this human life is just a short little bubble in the ocean of time. സമയസാഗരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വെറുമൊരു കുമിള മാത്രമാണ് 100 വർഷം ആയുസുള്ളവൻ്റെ പോലും ജീവിതം. നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. 60 ഔട്ടാവാം, 50 ഔട്ടാവാം, 30 ഔട്ടാവാം, 40 ഔട്ടാവാം, ചിലപ്പോൾ 100 വർഷം കിട്ടിയിരിക്കും. അച്യുതാനന്ദനെ പോലെയൊക്കെ ചില ആൾക്കാർ സ്ഥിരമായി യോഗ ചെയ്യുകയും ഓർഗാനിക് പച്ചക്കറി മാത്രം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഈശ്വരാധീനമാണെന്ന് അറിയില്ല. ഓർഗാനിക് പച്ചക്കറി കഴിച്ചിട്ട് റോട്ടുമലേക്ക് ഇറങ്ങുമ്പോഴേക്കും ലോറി ഇടിക്കുക. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ആഹാരം കൊണ്ട് മാത്രമൊന്നും ആയുസ് നിയന്ത്രിക്കാൻ പറ്റില്ല. ആയുസ് ഈശ്വരൻ്റെ കയ്യിലാണ്. കർത്തുരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം എന്ന് ഭഗവാൻ രമണ മഹർഷി ഉപദേശിച്ച കാരണം ഇതാണ്. ഒരാൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് യജ്ഞം ചെയ്തു, അല്ലെങ്കിൽ പണം ഉണ്ടാവാൻ വേണ്ടി യജ്ഞം ചെയ്തുകൊണ്ടൊന്നും ആയുസ് നിൽക്കില്ല. ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലം നിശ്ചയിക്കുന്ന ഈശ്വരനാണ്, മനുഷ്യനല്ല. സോ യു ക്യാൻ ഓൺലി ഡു തിങ്സ് ബട്ട് ദി എക്സ്പെക്ടേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ജസ്റ്റ് ഫുൾഷ്. നിങ്ങളൊരു ഇന്ന ഒരു ഫലം വേണമെന്ന് കരുതി ഒരു കർമ്മം ചെയ്യുന്നു. നല്ല മാമ്പഴം തൂങ്ങിക്കിടക്കുന്നു, കുട്ടി കല്ലെടുത്ത് ഒറ്റയാറാണ്, അത് ഏതൊരു കൊമ്പ് തട്ടി വേറെ തന്നെ തലയ്ക്ക് വീണ അവൻ്റെ തല പൊട്ടി എന്ന് വെച്ചാൽ. അപ്പം എറിഞ്ഞത് മാവിനാണ്, മാങ്ങ കിട്ടാനാണെങ്കിലും ഫലം നിശ്ചയിക്കുന്ന മറ്റൊരു ശക്തിയാണ്. ഇതാണ് ഭഗവാൻ രമണ മഹർഷി വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. കർത്തുരാജ്ഞയ പ്രാപ്യത്തെ ഫലം. Whatever you do, the result of the action, the fruit of the action is not decided by you but by the divine, by the Lord. ഈശ്വരന് മാത്രമേ നിങ്ങളുടെ കർമ്മഫലത്തെ തന്ന് രക്ഷിക്കുക. എന്താണോ നിങ്ങൾക്ക് വരേണ്ടത് അതേ വരുള്ളൂ. അതാണ് ഞാൻ ഇന്നലെയും കൂടി ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു പഞ്ചാബി സിഖുകാരുടെ തമാശയായിട്ട് കുറേ പറയുമല്ലോ. സിഖുകാരുടെ വിഡ്ഢിത്തരങ്ങളൊക്കെ നമ്മൾ പണ്ട് കുറേ കഥ ഉണ്ടാക്കിയല്ലോ. ആ കൂട്ടത്തിൽ കഥയാണിത്. ഒരു സിഖുകാരൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി, അവൻ അമൃത്സർ വരെ പോകണം. ഭയങ്കര തിരക്കാണ്, നിൽക്കാനും സ്ഥലമില്ല, ഇരിക്കാനും സ്ഥലമില്ല, ആരും നീങ്ങണമില്ല. വളരെ ആളുകൾ ഇങ്ങനെ തമ്മിൽ തിക്കി നിൽക്കുകയാണ്. ഇയാൾക്ക് ആകെ അസ്വസ്ഥതയായി. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ കുറേ അവിടെ നിന്ന് ആലോചിച്ച് ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ കമ്പാർട്ട്മെൻറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇറങ്ങി പുറത്തേക്ക് ഓടിയാലും ഇപ്പോൾ സുഖമായി, നല്ലോണം സീറ്റൊക്കെ ഫ്രീ ആയി. അപ്പുറം ബർത്തിൽ കയറി ഉറങ്ങി ഉറപ്പൊക്കെ എണീച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അതേ സ്ഥലത്ത് നിൽക്കാൻ ട്രെയിൻ എന്ത് ചെയ്തു, ആ കമ്പാർട്ട്മെൻറ്റോട് ഒഴിവാക്കിയിട്ട് ബാക്കി യാത്ര പോയി. അതാണ് നമ്മൾ. അതുപോലെ നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തങ്ങളാണ്. ആയുസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നു. എന്തിനാണ്? ആയുസ് 100 വർഷം കിട്ടണം. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, ആഗ്രഹമാണ് മനുഷ്യരുടെ ആയുസ് ഒരു 50ലേക്ക് ചുരുക്കുക. ഈ നായ്ക്കളെ പോലെ നന്ദിയുള്ള വർഗ്ഗങ്ങളുണ്ടല്ലോ, അവർക്കൊരു 100 വയസ്സ് കൊടുത്താൽ ഭൂമി സ്വർഗ്ഗമാവും. ഇത് എൻ്റെ ഒരു കണ്ടുപിടുത്തം കേട്ടോ, ഞാൻ തമാശയില്ല പറഞ്ഞത്. കാരണം ഞാൻ ഈ നായ്ക്കൾക്ക് ചോറ് കൊടുക്കുന്ന ആളാണ്. എനിക്കറിയാം അവരെത്രത്തോളം എത്ര ലോയലാണ്, എത്രത്തോളം ആ ലോയൽറ്റി ഇത് മനുഷ്യനില്ല. ഊട്ടി വളർത്തിയ മകൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ട് അച്ഛനെ കൊന്നിട്ടുള്ള എത്ര വാർത്ത. ഇന്നലെയും കൂടി കണ്ടു, അച്ഛനെ മകൻ അടിച്ചു കൊന്നു. കഞ്ചാവിന് പൈസ കൊടുക്കാൻ. നവകേരളം എന്ന് തന്നെ പറയാം ആസ്പത്രി, നവോത്ഥാന കേരളം. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇത്രയും കാലം ചോറ് കൊടു. ഒരു തെരുവ് നായയും നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിലും, ഇഫ് യു ആർ ഗുഡ് അറ്റ് ഹാർട്ട്, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവനാണ്, നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു തെരുവ് നായ നിങ്ങളെ കടിക്കില്ല.
ജീവിതകാലം മുഴുവൻ അസുരന്മാരെ പോലെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മാറി മാറി കഴിച്ച് വിയർപ്പിലും ബിരിയാണിയുടെയും ഈ ചിക്കൻ്റെയും ഗന്ധം വരുമ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നണം കടികൊള്ളുന്നത് അല്ലേ? എനിക്ക് തോന്നുക. കാരണം ഞാനൊക്കെ നടക്കുക, എത്രയോ നടക്കുന്നു. ഞാനൊരു ബ്രാഹ്മണനാണ്, എന്നെ ഒരു നായോ ഇതുവരെ കടിച്ചില്ല, മനുഷ്യനായ്ക്കൾ ഒഴികെ. മനുഷ്യന്മാരൊഴികെ ആരും എന്നെ ഇതുവരെ ഉപദ്രവിച്ചില്ല. അത് എന്തുകൊണ്ടാണ്? ആഹാരശീലം മനുഷ്യൻ്റെ പ്രഥമമായ ധർമ്മത്തിന് തുടക്കമാണ്. അത് ഛാന്തോക്യത്തിൽ ആഹാരശുദ്ധവും സത്വശുദ്ധി എന്ന് വേദത്തിലുണ്ട്. അതിന് ആചാര്യൻ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ, ആദിശങ്കര ഭഗവത്പാദാചാര്യർ പറഞ്ഞ ഭാഷ എന്താണ്? ശബ്ദാദി വിഷയജ്ഞാനം ആഹാരം. ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം, ഈ 5 ആഹാരമാണ്. യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ. എന്ത് കാണുന്നത് നാരായണനാണ്, എന്ത് കേൾക്കുന്നത് ശുഭമാണ്. ഭദ്രം കർണേഭി ശൃണുയാമദേവാ. കേൾക്കുന്നത് നന്നാവണം, കാണുന്നത് നന്നാവണം, രുചിക്കുന്നത് നന്നാവണം, മണക്കുന്നത് നന്നാവണം, സ്പർശിക്കുന്നത് നന്നാവണം. ഈ 5 കാര്യങ്ങൾ നന്നായാൽ മാത്രമേ ആഹാരശുദ്ധിയാവുള്ളൂ. ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് അമ്മാവനെതിരെ കേസ് കൊടുക്കുക, അമ്മാവനെ വഴിയിൽ നിന്ന് വണ്ടി മുട്ടിക്കുക, അച്ഛനെ കാറ് പറകോട്ടെടുത്ത് ചമരം കൂട്ടിയിടിക്കുക, ചമ്മന്തി അരയ്ക്കുക, ഇതൊക്കെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രമേ നന്നാവില്ലെന്ന് തെളിവാണ്. എനിക്കറിയാവുന്നൊരു ഇല്ലത്ത്, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഇല്ലത്ത്, അവിടെ ഒരു സ്വത്ത് തർക്കം വന്നപ്പോൾ അപ്പനെ, അതായത് അച്ഛൻ്റെ സഹോദരനെ ഒരു റൂമിലേക്കാണ് അടച്ചിട്ട് ചുറ്റോടും അടച്ചിട്ട് ചൂട്ടും കത്തിച്ച് കളഞ്ഞ അടി കൂടെ. എന്തൊരു സാധ്യതയൊക്കെ അറിയാം. ജീവിതകാലത്ത് കുമ്പളങ്ങിയും വെള്ളരിക്കും അല്ലാണ്ട് വേറൊന്നും കഴിച്ചിട്ടില്ല. അതേസമയത്ത് ഒരു കാക്ക, അവൻ ദിവസവും ബീഫ് കഴിക്കുന്നവൻ ചിലപ്പോൾ അവൻ്റെ പറമ്പ് വെറുതെ കൊടുക്കും ഒരാൾക്ക്. അപ്പോൾ ഇതെന്താ ഈ വൈരുദ്ധ്യം? ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നന്മയിൽ തിന്മയുണ്ട്, തിന്മയിൽ നന്മയുണ്ട്. ദർ ഇസ് നോ ആബ്സല്യൂട്ട് ഗുഡ്നെസ് ഇൻ ദിസ് വേൾഡ്. ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ വേൾഡ്. ലോകത്ത് ഇയാൾ പരമശുദ്ധനാണ്, അങ്ങനെ ഒരാളില്ല. കാരണം ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്നത് പുണ്യപാപങ്ങൾ സമമാവുമ്പോഴാണ്. അപ്പോൾ പുണ്യമുണ്ട്, അവിടെ പാപമുണ്ട്. അല്ലാത്ത അപൂർവം ചില ആൾക്കാർക്ക് അമ്മയെ പോലെ, രമണ മഹർഷിയെ പോലെ, രാമകൃഷ്ണദേവനെ പോലെയൊക്കെ ചിലർ വരും. അവർ അവതാരങ്ങളാണ്. അത് നമ്മുടെ ഗണത്തിൽപ്പെട്ട ആൾക്കാരല്ല, അവരെ വിടാം. ബാക്കി നമ്മൾ എല്ലാ മനുഷ്യരും പുണ്യപാപ സമീകരണം കൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് നമുക്കിവിടെ പാപവും ഉണ്ട്, പുണ്യവും ഉണ്ട്. സത്യം ഞാൻ പറയണേ. ഇപ്പം നിങ്ങളിത് ആലോചിക്കണം. ദീപാവലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ദീപങ്ങളുടെ ഉത്സവമാണ്, അതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം അക്ഷരാർത്ഥം, അത് ഗൗണാർത്ഥമാണ്. അതിൻ്റെ മുഖ്യാർത്ഥം എന്താണ്? നന്മയിൽ തിന്മയുണ്ട്. ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും നന്മയിൽ തിന്മയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. അമ്പലത്തിൽ പോവുക, ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഭീമൻ രഘുവിൻ്റെ മാതിരി കുറേ എണ്ണം നിൽക്കുന്നുണ്ടാവും. TDB ഒരു വവ്വാലിൻ്റെ പോലത്തെ കുപ്പായോട്ടുണ്ട്. അവർ നല്ലവരാണോ? ക്ഷേത്രം നല്ലതാണ്, ഗുരുവായൂരപ്പൻ നല്ലതാണ്, ഗുരുവായൂരപ്പൻ ഈശ്വരനാണ്. മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവർ കഴുത്തിന് പിടിച്ച് തള്ളുകയും അസഭ്യം പറയുകയും ദേവനോട് യാതൊരു ബഹുമാനമെല്ലാം നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ നന്മയുടെ മണ്ഡലത്തിൽ പോലും തിന്മയുണ്ട്. തിന്മയിൽ നന്മയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയാമല്ലോ, നിങ്ങൾ നാട്ടിലേക്ക് അറിയാം, നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് പെരുമാറിയ സംസാരിച്ചാൽ ഇൻഡിവിജ്വലി അവർ നല്ലവരാണ്, വ്യക്തിപരമായിട്ട്. അവരൊരു 10 ആളുകൾ വീട് വെച്ച് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവും. അപ്പം തിന്മ സംഘടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ നന്മയുടെ ഒരു വലിയ ജാഗ്രതയാണ്. അത് വേണം. തിന്മ ഒരു സ്ഥലത്ത് ഒരുമിച്ച് അങ്ങോട്ട് സംഘടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. സീതാദേവി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കള്ളസന്യാസി സന്ധ്യാവാനഗിരിയൊന്നുമല്ല, ആദ്യത്തെ കള്ളസന്യാസി രാവണനാണ്. തെറ്റിദ്ധാരണ വേണ്ട. ആദ്യമായിട്ട് കാവി വസ്ത്രത്തെ അപമാനിച്ച ആൾ രാവണനാണ്. കാരണം രാവണൻ സീതയുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ പരമസാത്വികനാണെന്ന് കാണിക്കാൻ വേണ്ടി കാവി ചുറ്റിയിട്ടാണ്. ആദ്യത്തെ പ്രച്ഛന്നവേഷം. നമ്മൾ പറയില്ലേ, എന്താണ് ആചാര്യസ്വാമി പറഞ്ഞല്ലോ, ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ. ചിലർ പിന്നെ ഒരുപാട് മുടി വളർത്തും, ഒരുപാട് ചിലർ കഷണ്ടിയാക്കും, മുട്ടയടിക്കും, അല്ലെങ്കിൽ കാവി ചുറ്റും. കാഷായാമ്പരം ഒന്നും സന്യാസ ലക്ഷണമല്ല. സന്യാസ ലക്ഷണം ജ്ഞാനമാണെന്ന് ശാസ്ത്രം പറയുന്നു. ജ്ഞാനം സന്യാസ ലക്ഷണം. സന്യാസ ലക്ഷണം എന്താ? ജ്ഞാനം മാത്രമാണ്. ഇത് രമണ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. സന്യാസോ നിർമ്മലം ജ്ഞാനം. സന്യാസം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ ജ്ഞാനമാണ്. അപ്പോൾ ഒരു സന്യാസിയിലും തിന്മയുണ്ടാവോ? തിന്മയുണ്ടാവും. അതൊക്കെ സൂക്ഷിക്കണം. എൻ്റെ ഗുരു എന്നോട് രഹസ്യം പറഞ്ഞിരുന്നു കുറേ മുമ്പ്. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട്, അയാളുടെ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് സെക്യൂരിറ്റി ഓഫീസറെ, കമ്മീഷണറെ പോയി കണ്ടിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. ഒരു പഴകിയ ഭക്ഷണമുള്ള ഹോട്ടൽ അടപ്പിച്ചു. ഞാൻ ഒരുപാട് ശ്രമം എടുത്തു അതിന് വേണ്ടിയിട്ട്. പഴകിയ ഭക്ഷണം കൊടുക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, അങ്ങനെ കട അടപ്പിച്ചു ഞാൻ. അപ്പം അതിനുവേണ്ടി നിന്നൊരാൾ എന്നോട് പറഞ്ഞു, എന്നോട് ഒരു ധനസഹായം എനിക്ക് പ്രഖ്യാപിച്ചിരുന്നു. വെറുതെ ഒന്നുമല്ല ഞാൻ ചെയ്ത്. പ്രയോജനം അനുദ്ദേശിയ എന്ന മന്ദോബി പ്രവർത്തകനാണ്. മന്ദബുദ്ധി പോലും പ്രയോജനം പ്രവർത്തിക്കില്ല. ഞാൻ മന്ദബുദ്ധി അല്ലാത്തതുകൊണ്ട് ഞാൻ അയാളോട് ചെറിയ കാശ് ചോദിച്ചിരുന്നു. ഈ ഒരു വലിയ പ്രവൃത്തിയാണ്, ചെറിയ നൂലാമാലുള്ള കേസാണ്. അയാൾ ശരിയെന്ന് വാക്കാൽ പറഞ്ഞു, ശുദ്ധമായിട്ട് പറ്റിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയോട്, അമ്മ എന്നെ പറ്റിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറയുകയാണ്, നീ ഇത്ര മണ്ടനായി പോയോ? ജീവിതത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എക്സ്പെക്ട് നത്തിങ് ഫ്രം എനി വൺ. ഒന്ന്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അടുത്ത വാക്ക്, ഓർ എക്സ്പെക്ട് എവ്രിതിങ് ഫ്രം എവ്രി വൺ.
എല്ലാവരിൽ നിന്നും എല്ലാം പ്രതീക്ഷിക്കണം. നന്മ മാത്രമല്ല വരിക, തിന്മയും ഉണ്ടാവാം. ഇന്നത്തെ സുഹൃത്ത് നാളെ ശത്രുവാവാം, ഇന്നത്തെ ശത്രു നാളെ മിത്രമാവാം. ആരും സ്ഥായിയായ നന്മയുള്ളവരില്ല. തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണെന്നൊക്കെ പറഞ്ഞ് അത് വെറും ടെലിവിഷൻ വാചകമാണ്. തിന്മയുടെ മേലെ ഒരിക്കലും നന്മ ജയിക്കില്ല. നന്മയുടെ മേലെ തിന്മയ്ക്കും പൂർണ്ണാധിപത്യം വരില്ല. റോഡ് സൈഡിൽ കുതിച്ചടി കൊണ്ട് വെക്കാൻ നല്ലതാണ്, പൂർണ്ണമായിട്ട് ഹിന്ദുക്കളെ മാറ്റാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായി. റോഡ് കയ്യേറിയിട്ട് ഇന്ന് രാജ്യത്ത് റോഡ് കയ്യേറി നഗ്നമായ എൻക്രോച്ച്മെന്റ് നടത്തിയിട്ട് എൻ്റെ അറിവ് പ്രകാരം ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കയ്യേറി മതം വളർത്തിയവർ ക്രിസ്തു മതക്കാരാണ്. രണ്ടാം സ്ഥാനം ഈ പറഞ്ഞ സംഭവം തന്നെ ഒരു പേരുണ്ട്, ഇവർ കയറിയിട്ട് ഞങ്ങളാന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത്. ഈ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം സാമ്പത്തികമായും ഭൗമശാസ്ത്രപരമായും ജോഗ്രാഫിക്കലി ആൻഡ് ഇക്കണോമിക്കലി ഹിന്ദുക്കളെ അടക്കി ഭരിക്കുക എന്നുള്ളതാണ്. ഇത് സത്യമാണ് ഞാൻ പറയുന്നത്, ഇത് വർഗീയതയല്ല, നമ്മുടെ കൺമുമ്പ് കാണുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അവരങ്ങനെ ഭരിക്കുന്നു? അത് ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ ഗുരുവിനോട് ചോദിച്ചു. അമ്മയോട് ഞാൻ എല്ലാ കാര്യം തുറന്നു വയ്ക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അമ്മേ ശരിയാണ്, ഇവരുടെ ഈ മതത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിലെ വേദത്തിലോ ഉപനിഷത്തിലോ മഹാഭാരതത്തിലോ ഉള്ള നന്മയോ മൂല്യങ്ങളോ ഒന്നുമില്ല, വെറും ഒരു പുസ്തകം, അത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ഇതിൽ ലോകം ഭരിക്കുന്നത്? അമ്മ ഒറ്റ ഉത്തരം പറയും, മോനെ, ത്യാഗം, നിരന്തര ഉത്സാഹം, നിരന്തര പ്രയത്നം, അശ്വരന്മാരുടെ സ്വഭാവം. ഹിന്ദുക്കൾക്ക് ഈ ഹോളിൽ നിറച്ചാൽ തീരാത്ര, ഈ ബിൽഡിങ്ങിൽ നിറച്ചാൽ തീരാത്തത്ര ഗ്രന്ഥങ്ങളും അത്ര ആചാര്യന്മാരും മഹാന്മാരും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഹിന്ദു നന്നാവുന്നില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒരു ശരാശരി എടുത്താൽ ചെറുപ്പക്കാരില്ല, ഉണ്ടോ? ഇല്ല. ഒരു 25 വയസ്സിന് താഴെയുള്ള എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കും? ഞാനൊഴികെ. നേരത്തെ ബാലനരയാണ്. എത്ര പേരുണ്ട് ഇവിടെ 25 വയസ്സിൽ താഴെയുള്ള എത്ര പേരുണ്ട്? ആരുമില്ല. അതിനൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾ ഇതിലൊന്നുമല്ല, ഈ ലോകത്തെയല്ല നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ സന്ധ്യ വരെ നല്ലവരാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവന്മാർക്ക് നമ്മൾ ഈ സാധനം, ഈ വിഷ ഗുളിക അല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അമ്മമാരെ ചോറിലുകൊണ്ട് 3 നേരം തല്ലേണ്ട ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതാണ്. വഷളാക്കി കുട്ടികളെ നശിപ്പിക്കുന്നതിൽ 1-ാം നമ്പർ അമ്മമാരാണ്. വഷളാക്കോ എങ്ങനെ വെച്ചാൽ അവന് സ്വന്തം മുറി ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സ്വന്തം ലാപ്ടോപ്പ് ആയിക്കോട്ടെ, സ്വന്തം ഫോൺ ആയിക്കോട്ടെ, അച്ഛൻ പാവം ഇതൊക്കെ ചെയ്യാൻ കഴുതയല്ലേ, കഴുതയുടെ ജോലിയാണ് അച്ഛനുണ്ടാവുക, ചുമട്ടുക. ഈ കുട്ടി അകത്തിരുന്ന് എന്ത് ചെയ്യുന്നു? ഇവൻ ഇന്റർനാഷണൽ കില്ലാടിയാണ്. രാത്രി ഗെയിമിംഗ് ആണ്. എത്ര മണിക്കൂർ? രാത്രിത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞ അവിടെ ഇരിക്കുകയായി. പിറ്റേന്ന് പുലർച്ചെ 6 വരെ 7 വരെയൊക്കെ കളിച്ചിട്ട് ആ കുട്ടികൾ ഉറങ്ങുന്നില്ല. അവർ ഉറങ്ങുന്നത് കോളേജിലോ സ്കൂളിലോ പോയിട്ടാണ്. ഇങ്ങനെ കേരളം മുഴുവൻ നശിച്ചു. പിന്നെ ഗെയിമിങ്ങിൻ്റെ ഒരു ലഹരി പിടിച്ചാൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കഴുത്തറത്ത് കൊല്ലാനോ ഒന്നും അവർക്കൊരു വിഷയം ഉണ്ടാവില്ല. അവർക്ക് ഇമോഷണൽ മൈൻഡ് ഡെഡാവും, നശിക്കും. അവർക്ക് ആരോടും ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അവർക്ക് ഈ മായികമായ അൺറിയൽ വേൾഡിൽ രസം കണ്ടെത്തുകയാണ്. മിഥ്യാലോകത്ത്, മായാലോകത്ത് ആനന്ദം കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഒന്ന് സന്ധ്യ ആയി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് ഒന്ന് അമ്പലത്തേക്ക് പോയി, അവിടുത്തെ കുറച്ച് ആൾക്കാർ വർത്താനം പറഞ്ഞു, എന്തൊക്കെയുണ്ട് ഏട്ടാ ചേച്ചി എന്നൊക്കെ വർത്താനം പറഞ്ഞു, കൂട്ടുകാരോട് കളിച്ചു. അതൊന്നുമില്ല. റിയൽ വേൾഡിൽ അവരൊന്നുമല്ല. അവരുടെ ജീവിതം മുഴുവൻ അൺറിയൽ വേൾഡിലാണ്. അപ്പം അമ്മയോട് ബന്ധമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ആഹാരം ഉണ്ടാക്കി തരുന്ന ആൾ, അല്ലെങ്കിൽ വസ്ത്രം കഴുകുന്ന ആൾ. അച്ഛൻ ആരാ? പൈസ കൊണ്ട് കൊടുക്കുന്ന ആൾ. അത്രയേ ഉള്ളൂ. അവർക്ക് there is no emotional bond between any members of the family. This is a common scenario in Hindu families, especially in Kerala. എന്തുകൊണ്ടാണ്? നാം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ആലോചിക്കാം. പൂർണ്ണമായും നന്മ ആരിലുമില്ല, ഇത് ഓർത്തുകൊള്ളണം. പൂർണ്ണമായും തിന്മ അതും ആരിലുമില്ല. അപ്പം അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യണം? ശില്പിയുടെ മനസ്സുണ്ടാക്കിയത്. ശില്പിയുടെ മനസ്സ് എന്താണ്? എൻ്റെ ഗുരു എന്നോട് പറഞ്ഞ പാഠമാണ്. ശില്പിയുടെ മനസ്സ് പറഞ്ഞാൽ എന്താ? ശില്പി നടന്നു പോകുമ്പോൾ വലിയൊരു പാറക്കല്ല് കണ്ടു. ശില്പി അതിൽ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. ശരിയല്ലേ? ഇതിൽ നിന്ന് എന്തൊക്കെ അനാവശ്യമോ അതൊക്കെ തള്ളിക്കളഞ്ഞാൽ ആരുണ്ടായി? ശ്രീകൃഷ്ണൻ ഓൾറെഡി ഉണ്ട്. നമ്മളെന്താ വിചാരിക്കുക? ഒരു പാറ വേണമെങ്കിൽ വയസ്സ് മൂത്രം ഒഴിക്കാം. അപ്പം ഓരോരുത്തരും ദൃഷ്ടിയിലാണ് സൃഷ്ടി. ദൃഷ്ടി എങ്ങനെയോ അതുപോലെ സൃഷ്ടി മാറും. രാവണനോട് പോയി ഉപദേശം മേടിക്കുമെന്ന് രാമൻ പറയണമെങ്കിൽ രാമനേക്കാൾ നല്ലൊരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എല്ലാവരും തിന്മയുടെ പ്രതീകം എന്ന് പറയുന്ന ഒരുവനോട് പോയിട്ട് ഉപദേശം ചോദിക്കാൻ പറയാം. അത് അവനിലും നന്മയുണ്ടെന്ന് കാണാൻ ആർക്ക് മനസ്സിലായി? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീരാമൻ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നമ്മൾ ശത്രുവായിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ മുഴുവനായിട്ട് തള്ളിക്കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉപനിഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്,
ഹിരൺമയേണ പാത്രേണ സത്യസ്യാപിഹിതം മുഖം. സത്യത്തിന്റെ പോലും മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു. സി, ഉപനിഷത്തിന്റെ ഒക്കെ ഋഷിമാർ എന്താ നൊബേൽ പ്രൈസ് കൊടുത്താൽ മതിയാവോ? ഇല്ല. ഏതോ കാലം പറഞ്ഞു സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു. കൊടി അടയാളങ്ങൾ കൊണ്ടും കൊടികൾ കൊണ്ടും സത്യം മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കാലത്ത് രാവണനോട് ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാവും. ഇന്ന് രാവണനെ പോലെ അസുരൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവനോട് യുദ്ധം ഉണ്ടാവും. എന്താ കാരണം? അവനുമായിട്ട് നമ്മൾ ഡീൽ ഉറപ്പിക്കും, എവിടെയെങ്കിലും ഹോട്ടലിൽ മീറ്റ് ചെയ്ത്. കാരണം എന്താ? പിന്നെ യുദ്ധം ഒഴിവായി നമുക്ക് ലാഭം കിട്ടി. ഇപ്പോൾ കലിയുഗത്തിന്റെ മുഖ്യ ലക്ഷ്യം ലാഭം മാത്രമാണ്. സാമ്പത്തികമാവാം, മറ്റ് ലാഭങ്ങളാവാം. അതുകൊണ്ട് യുദ്ധമില്ല. അവിടെ നന്മ തിന്മ എന്നുള്ള വർത്താനൊന്നും ആരും പറയണ്ട. ആരും പൂർണ്ണമായ നന്മയുമല്ല, ആരും പൂർണ്ണമായ തിന്മയുമല്ല. ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടണം, മകൻ ഒരു ജോലി കിട്ടണം, മകൻ ബികോം പാസ്സായി, കോപ്പറേറ്റീവ് ബാങ്കിലായ സൗകര്യമായി, കാരണം കണക്കും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ നേരെ CPM ഒരു ഏരിയ കമ്മിറ്റിയിലെ ഒരാളെ പിടിക്കും. അങ്ങനെയല്ലേ ചെയ്യുക? അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കി? അങ്ങനെയാണ് ലോകത്ത്. CPM പൂർണ്ണ തിന്മയാണെന്ന് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങൾ എന്തിനാ CPM-കാരെ കാണുന്നത്? അവനോട് പറഞ്ഞ കാര്യം നടക്കും. അവൻ്റെ 90% തിന്മയും നിങ്ങൾ മറക്കുന്നു. എന്തുകൊണ്ട്? അവനെ കൊണ്ട് ലാഭമുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ലോകത്ത് നന്മ തിന്മകളൊക്കെ വേർതിരിച്ചിരുന്ന രാമായണ കാലം പോയി എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ദ്വാപര യുഗത്തിൻ്റെ കൃഷ്ണൻ്റെ കാലം പോയി നോർത്തിട്ട് ഇത് കലിയുഗമാണ്, നന്മ തിന്മകളല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന, ലാഭവും നഷ്ടവും മാത്രമാണ്. ഇത് ശരിയാണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ലാഭനഷ്ടങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചർച്ച ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഷെയർ എന്താണ്, എനിക്കെന്ത് കിട്ടും, ഇതല്ലാതെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദീപാവലി ആഘോഷിക്കുമ്പോൾ ദീപങ്ങൾക്കൊന്നും പ്രഭയില്ലെന്നാണ് ഞാൻ പറയുന്നത്. വെളിച്ചത്തിന് എന്തൊരു ഇരുട്ട് എന്ന് പറയേണ്ടി വരുന്ന കാലഘട്ടമാണിത്. കാരണം നഗരത്തിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പദ്ധതി എന്ന് തോന്നുന്നു, വലിയ വലിയ നഗരങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സന്തോഷമായിട്ട് നൃത്തം ചെയ്യാനും വേണമെങ്കിൽ ലേശം MDMA ഒക്കെ അടിക്കാനൊക്കെ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. എന്താ നൈറ്റ് ലൈഫ് എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്. കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തൊക്കെ നൈറ്റ് ലൈഫ്. കുറേ രാത്രി ആണുങ്ങൾ എന്താ നിർഭയമായിട്ട് നടക്കാമെന്നാണ് പറയുന്നത്. നടപ്പല്ല അവിടെ നടക്കുന്നത്. ഒരു രാത്രി ഒരു 10 മണിക്ക് ശേഷം ഒരു 3 മണി 4 മണി വരെയൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സുഖമായിട്ട് അങ്ങനെ സന്തോഷിച്ച്, അതിനൊരു നവോത്ഥാനം എന്നാണ് അവർ പറയുന്നത്. ഈ പോകുന്നതിൽ റിലീജിയസ് ആയിട്ടുള്ള മുസ്ലിം വീടുകളിൽ ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. ഉണ്ടാവും. റിലീജിയസ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളിലൊന്നും കുട്ടി ഉണ്ടാവും ഇല്ല. ആരാ പോകുന്ന മുഴുവൻ? ഈ കഴിഞ്ഞ ദിവസം കോൻ ബനേഗ കറോർപതി എന്ന പരിപാടി, നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ പരിപാടിയാണ്. നിങ്ങൾ കണ്ടു? അത് അടുത്ത ഒരു കൊച്ചുകുട്ടി 10 വയസ്സുള്ള പയ്യൻ കണ്ടു. അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ. അവൻ്റെ ഓവർ കോൺഫിഡൻസും മുമ്പിലിരിക്കുന്ന മനുഷ്യൻ 80 വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയും, സംസാരിക്കുമ്പോൾ അവൻ്റെ ധാർഷ്ട്യവും, എനിക്കെല്ലാം അറിയാവുന്ന ഭാവവും. ഹീസ് എ ഗെയിമർ. മുഖത്ത് നോക്കി അറിയാം. അവൻ ഈ ലോകത്തോട് യാതൊരു, അച്ഛൻ മരിച്ചു കിടന്നു സന്തോഷം, ഒരു കുഴപ്പമില്ല. അമ്മ മരിച്ചു, ഒരു കുഴപ്പമില്ല. അമ്മാവൻ നടുവഴി, ഒരു കുഴപ്പമില്ല. ആരോടും ബന്ധമില്ലാത്ത ഒരുതരം വൈകാരിക നപുംസകങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് ഒരു മൂല്യവും കിട്ടുന്നില്ല. അതിൽ അവൻ വീണ ചോദ്യം എന്താ? രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡത്തിൻ്റെ പേരെന്ത്? അമിതാഭ് ബച്ചൻ ചോദിച്ചു. കുട്ടി ലൈഫ് ലൈൻ വരെ ചോദിക്കുന്നതായിട്ട് അറിയില്ല. ഹിന്ദു കുട്ടി കേട്ടോ. ആ സീറ്റിലൊരു മുസ്ലിം കുട്ടിയാണെങ്കിൽ അവൻ്റെ പെരുമാറ്റം ഇതിലും മര്യാദ മസൃണമായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്താ കാരണം? വാട്ട് എവർ ബി യുവർ റിലിജൻ, നിങ്ങളുടെ മതം ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇവരെ എഞ്ചിനീയർ ആക്കിയിട്ട് എന്ത് കാര്യം, ഡോക്ടർ ആക്കിയിട്ട് എന്ത് കാര്യം, ഈ സാമൂഹിക ദ്രോഹികളെ സൃഷ്ടിച്ചു വിട്ടിട്ട് എന്താ കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ക്യാച്ച് ദം യങ്, ടീച്ച് ദം ദ ബേസിക് വാല്യൂസ്. എന്താണ് നാം ഒരു ഹിന്ദുക്കളായി ജീവിക്കുന്നതിൽ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാതെ കതിരിന് വളം വെച്ചൊരു കാര്യമുണ്ടോ? ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അമ്മമാരാണ്. ഇപ്പോഴത്തെ അമ്മമാരാരാണ്? അതും പ്രശ്നമാണ്. ഇപ്പോൾ ശരാശരി 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയ്ക്ക് ചിലപ്പോൾ എത്ര വയസ്സുണ്ടാവും? 30 താഴെ. അവരെന്തായിരിക്കും പഠിപ്പിക്കുക കുട്ടികളെ? അപ്പോൾ അതായത് മൂല്യശോഷണം പൂർണ്ണമായി എന്നർത്ഥം. ഇനി നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇനി നമുക്ക് എന്താ പോകും വഴി? നന്മ എങ്ങനെ കണ്ടെത്താം? അതാ ഞാൻ പറഞ്ഞത്. അച്ഛനമ്മമാർക്കൊരു ഉപദേശം, അമ്മ പറഞ്ഞ കാര്യം, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എല്ലാ സ്വഭാവവും എല്ലാവരിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. either expect nothing from anybody or expect everything from everybody. ഈ ഒരു ഉപദേശം അച്ഛനമ്മമാർക്ക് കേട്ടിരിക്കും. കാരണം എൻ്റെ മോൻ തെറ്റിയില്ല, എൻ്റെ മോൻ നല്ല, ആ ഒരു അന്ധമായ വിശ്വാസത്തിന് യാതൊരു സാധ്യതയില്ലാത്ത കാലഘട്ടമാണ്. അവർ തെറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കി ജീവിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രിവസി എന്നാണ് പറയുന്നത്. അതായത് സ്വകാര്യത വലിയ കാര്യമാണ്. എൻ്റെ മുറി, എൻ്റെ റൂം, എൻ്റെ ലാപ്ടോപ്പ് തൊടരുത്, എൻ്റെത്. അങ്ങനെ കുട്ടികൾ ചുരുങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പ്രിവസിക്കകത്ത് അറിയാതെ പോലും കൈയിടരുത്. നിങ്ങൾ ബദ്ധശത്രുക്കളായിത്തീരും. നിങ്ങളെ കൊല്ലാൻ പോലും മക്കൾ മടിക്കില്ല. ശരിയല്ലേ? അങ്ങനെ എത്ര നടക്കുന്നു?
അതുകൊണ്ട് പൂർണ്ണമായും നന്മയുടെ പ്രസ്ഥാനമാണ് എൻ്റെത്. ആർക്കും ഇവിടെ പറയാൻ പറ്റില്ല, ഒരാൾക്കും ഇവിടെ പറയാൻ പറ്റില്ല. പൂർണ്ണമായും തിന്മയാണ് അവൻ, അതും പറയാൻ പറ്റില്ല. അപ്പം നന്മ തിന്മകളിൽ നിന്ന് ശില്പിയുടെ മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. ശില്പിയുടെ മനസ്സിൽ എൻ്റെ ഗുരു പറഞ്ഞാണ്, എന്താണ് ശില്പിയുടെ മനസ്സിൽ എന്താ? അത് കരിമ്പാറയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ദുർഗാദേവിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ശിവലിംഗമുണ്ട്, ഒക്കെ പാറയിൽ നിന്നാണ് വരുന്നത്. പാറയാണെങ്കിലും അതിൽ നിന്ന് എനിക്ക് കൊത്തിയെടുക്കാവുന്ന നന്മയുടെ അംശങ്ങൾ കാണാനുള്ള ഒരു ദൃഷ്ടി ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ആരിൽ നിന്നും പൂർണ്ണമായ നന്മ പാല് കറക്കണ പോലെ കറക്കാൻ പറ്റില്ല. So it's not easy. You can verbalize it easily, but it's very, നമ്മൾ പറയില്ല, ഈസിലി സെഡ് ആൻഡ് ഡൺ. നിങ്ങൾക്ക് പറയാം, അത് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രാക്ടിക്കലായിട്ട് കാര്യം, ഉപനിഷത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ ലോകം വളരെ കപടതയുള്ള ലോകമാണ്. സത്യസന്ധമായിട്ട് ജീവിക്കുക ദുഷ്കരമാണ്. അപ്പോൾ അവിടെ എന്താ നമുക്ക് ചെയ്യാവുന്ന കാര്യം? ഒരാൾ നമ്മുടെ ശത്രുവാണ്, അയാളിൽ നിന്ന് എന്ത് നന്മ എടുക്കാം? അതായത് എക്സ്ട്രാക്ടിങ് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ് ഈസ് ദ ലോ ഓഫ് ദ ടൈംസ്. ഇന്നത്തെ കാലത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, ഇരുട്ടിൽ നിന്ന് എങ്ങനെ വെളിച്ചം കറന്നെടുക്കാം, ഇരുട്ടിൽ നിന്ന് എങ്ങനെ വെളിച്ചം വേർതിരിച്ചെടുക്കാം, കല്ലിൽ നിന്ന് എങ്ങനെ പാർവതി ദേവിയെ കൊത്തിയെടുക്കാം, അല്ലെങ്കിൽ കളിമണ്ണിൽ നിന്ന് എങ്ങനെ വിളക്കുണ്ടാക്കാം എന്നൊക്കെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനും പൂർണ്ണമായും 100% തിന്മയുള്ളവനല്ല, ഒരു മനുഷ്യനും 100% നന്മയുള്ളവനുമല്ല. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രത്തിൽ എങ്ങനെ, ഇപ്പോൾ രാമചന്ദ്രസ്വാമിക്ക് വേണമെങ്കിൽ അതേ ഒറ്റ അമ്പൂട് ചെയ്താ രാവണൻ്റെ കഥ കഴിഞ്ഞാൽ അത് ചെയ്തില്ല. രാമചന്ദ്രസ്വാമി എന്ത് ചെയ്തു? ലക്ഷ്മണനെ പറഞ്ഞു വിടുകയാണ്, ഉപദേശം ചോദിക്കാൻ. അപ്പോൾ ലക്ഷ്മണൻ പോയി ചോദിച്ച രീതി ഇടത്തു പക്കത്തോടെ പോയി. രാവണൻ കിടക്കുന്നതിന് ഇടതു ഭാഗത്തോടെ പോയിട്ട് ദേഷ്യത്തോട് ചോദിച്ചു, അത് എനിക്കെന്തെങ്കിലും പറയാണ്ട് പറഞ്ഞോളെ. ആരോട്? രാവണനോട്. രാവണൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു, തല തിരിച്ചു കിടന്നു. കുറേ നേരമായിട്ട് ലക്ഷ്മണനെ കാണാത്ത രാമൻ പോയിട്ട് ചോദിച്ചു, എന്താ ലക്ഷ്മണ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, ഇയാളൊന്നും പറയുന്നില്ല. ഇപ്പോൾ രാമൻ അങ്ങനെയല്ല. രാമൻ ശ്രീരാമചന്ദ്രസ്വാമി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമാണ്. മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമാണ് രാമചന്ദ്രസ്വാമി എന്ന് രാമായണത്തിലുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമി പോയിട്ട് രാവണനെ നമസ്കരിച്ചു, താണു വീണ് നമസ്കരിച്ചു. എന്നിട്ട് വളരെ ഭക്തിയോടെ പ്രശ്നമുന്നയിച്ചു, ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ രാവണൻ ഉപദേശിച്ചു. അപ്പോൾ തിന്മയുടെ പ്രതീകമായി ഇവനെ എന്തിന് നമസ്കരിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നൊരു മഹാനായ ആധുനിക ബംഗാളി നാടകത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട് ശ്രീരാമകൃഷ്ണദേവൻ മിക്കവാറും യാത്ര പോകുന്ന ആ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ പോകുന്ന വഴിക്കാണ്, ആ തിരിവിലാണ്. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണദേവൻ ഒരു ദിവസം നടന്നിങ്ങനെ ഗേറ്റിന് മുകളിൽ വരികയാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് അന്ന് അറിയപ്പെടുന്ന ആളാണ്, എത്രയോ സാഹിത്യ കൃതികൾ എഴുതിയ ആളാണ്, നാടകങ്ങൾ എഴുതിയ ആളാണ്, മഹാപണ്ഡിതനാണ്, എല്ലാവരും നമസ്കരിക്കുന്ന ആളാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് എന്തോ വായിക്കുകയാണ്, കാലും കയറ്റി വെച്ച് വായിക്കുകയാണ് രാവിലെ. അപ്പോൾ രാമകൃഷ്ണദേവൻ നടന്നു വരുന്നു. രാമകൃഷ്ണദേവൻ ഗിരീഷ് ചന്ദ്ര ഘോഷ് വീടിനെ വരാതിരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നമസ്കരിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് നമസ്കരിച്ചില്ല, പക്ഷെ കാലിന് മുകളിലുള്ള കാല് താഴെ ഇറക്കി വെച്ചു. ഒരാൾ നമസ്കരിക്കുകയല്ലേ. ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് പ്രത്യേകം എന്താ വെച്ചാൽ മുഴുവൻ സമയത്തും വെള്ളത്തിലാണ്. നല്ലോണം ചാരായം കുടിക്കും, വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോവും, ഇങ്ങനെ എല്ലാ തിന്മകളും കൊള്ളിക്കുന്നുണ്ട് പണ്ഡിതനാണെങ്കിലും. രണ്ടാമത്തെ ദിവസം രാമകൃഷ്ണനോട് വന്നു, ഒന്നുകൂടി താണു തൊഴുതു പുറത്തുനിന്ന് റോട്ട് വന്ന്. ഇത് കണ്ടിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് കൈ ഇങ്ങനെ പോക്കി. മൂന്നാം ദിവസം രാമകൃഷ്ണദേവൻ വീണ്ടും കുനിഞ്ഞ് നമസ്കരിച്ചപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് എഴുന്നേറ്റ് നമസ്കരിച്ചു. നാലാം ദിവസം രാമകൃഷ്ണൻ തറയിൽ തല മുട്ടിച്ച് നമസ്കരിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഓടിപ്പോയിട്ട് പാദ നമസ്കാരം ചെയ്തു. തിന്മയുള്ളവരെ, അതായത് 90% തിന്മയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വശീകരിക്കാനുള്ള വഴി നമ്മൾ കൂടുതൽ വഴക്കമുള്ളവരായിത്തീരും. നമ്മൾ കൂടുതൽ കണ്ടേ, സജി ചേരാൻ പോയിട്ട് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തില്ലേ? എന്താ അതിന് കാരണം? എന്താ പറഞ്ഞത്? എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടർ, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അമ്മയെപ്പറ്റി, അമ്മയുടെ ഭജന കേട്ടിട്ട് വളരെ ആകൃഷ്ടനായിട്ട് ഒരു ദിവസം, ഒരു കോളേജ് പൂട്ടിയ ദിവസം, വെള്ളിയാഴ്ച രാത്രി വള്ളിക്കാവിലേക്ക് ബസ് കയറി ശനിയാഴ്ച അവിടെ നിന്നിട്ട് ഞായറാഴ്ച തിരിച്ചു പോകുന്ന ഓർത്താണ് പുള്ളി കയറിയപ്പോൾ സമയത്ത് ആ വള്ളിക്കാവ് ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ കാണുന്നത് കുറ്റിച്ചൂലുകൾ ഇങ്ങനെ അയയിൽ കെട്ടിയിട്ടിരിക്കുക, നീളത്തോളം ആ കടവ് വരയ്ക്കും കുറ്റിച്ചൂലുകൾ, നടുവിൽ കരിങ്കൊടി, ഇപ്പുറത്ത് ചാക്ക് ബോർഡിൽ എന്താണ്? അമേരിക്കൻ ചാരവനിത സുധാമണി ഗോ ബാക്ക്, CPIM-ൻ്റെ ആണ്. അങ്ങനെ ഒരു ബോർഡൊന്നുമല്ല, 100 ബോർഡ് വെച്ചിരിക്കുകയാണ്. പേടിച്ച് ചെറുപ്പക്കാരൻ പഠിക്കുന്ന പയ്യൻ. അവിടെ അന്ന് പാലമില്ല, APJ അബ്ദുൽ കലാമിൻ്റെ ആ പാലമില്ല.
അപ്പോൾ കടത്ത് കടന്ന് പോകണം. കടത്ത് കിടക്കാൻ വേണ്ടി അര എണ്ണേറ്റം കൊടുത്താൽ 50 പൈസ കൊടുത്താൽ കടത്ത് കിടക്കും. കടത്ത് തോണിയിലേക്ക് കയറിയപ്പോൾ തോണിക്കാരൻ എങ്ങോട്ടാ കൊച്ചനെ, എങ്ങോട്ടാ മോനെ? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്മയെ ഏതാ നിൻ്റെ വീട്ടിൽ അമ്മയില്ലേ? അല്ല ഇങ്ങനെ, ഓ അത് തട്ടിപ്പുകാരി, നിൻ്റെ കിഡ്നിയൊക്കെ സൂക്ഷിച്ചോ, അവിടെ കിഡ്നി എടുത്ത് വിടുന്നവളാ. നീ സത്യം പറയട്ടെ, എനിക്ക് 2 കിഡ്നിയില്ല, അമ്മ എടുത്തു. ഞാൻ അമ്മയുടെ എത്ര കാലം പോകുന്നു, അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ എൻ്റെയും കിഡ്നി എടുക്കേണ്ടതല്ലേ എന്നാണ്. 2 കിഡ്നിയുമില്ല, ഹാർട്ടുമില്ല, ഒന്നുമില്ല എനിക്ക്, അമ്മ എടുത്തുമല്ല, ശാപ്പിട്ടു. ഞാനൊരു ഒരു കാലത്ത് ഒരു പറഞ്ഞു വരുത്തിയിരുന്നത്, അവിടെ പോകുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഒരു കഞ്ചാവ് കൊടുക്കും, കിഡ്നി എടുത്തു മാറ്റും. ഇയാളോട് ഈ ഭീകരമായ കഥകൾ പറയാണ്. ഇയാൾ പേടിച്ച് പറിച്ച് ഒരുവിധ ആശ്രമത്തിലെത്തി. അപ്പോൾ അമ്മ അവിടെ കാണുന്നില്ല. ഇയാൾ ഒരു ചെറിയ കെട്ടിടമുണ്ട്, അതിൻ്റെ മേലെ വരാന്തയിൽ രാത്രിയായി, സമയം ഒരു 9-9:30 മണിയായി. ഇയാൾ ബാഗ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കിടന്നു. കാരണം ഇവർ കിഡ്നി എടുത്തുകൊണ്ട് പോകാം, പൈസയും ഉണ്ടോ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയില്ലെങ്കിൽ നടന്നു പോവാം. ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവാൻ നട്ടാ കുറുക്കാതെ നുണ പറഞ്ഞ് പരത്തിയ ആൾക്കാരാണ്. നങ്ങയിൽ മുല മുറിച്ചു. ഞാൻ ചോദിക്കട്ടെ, നഖം പറഞ്ഞു പോയാൽ ബോധം പോകും. ഒരു സ്ത്രീക്ക് നിന്ന് മുല മുറിക്കുക, ആലോചിച്ചു. ഇങ്ങനെ ആരും സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന വങ്കത്തരങ്ങൾ പറഞ്ഞിട്ട് നമുക്കെതിരാക്കി തീർത്ത കൂട്ടരാണ്. ആലോചിച്ച് നോക്കണം. നങ്ങയിൽ മുല മുറിച്ചു. ഇത്രയും മുല ഒരാൾക്ക് നഖം മുറിക്കാൻ പറ്റുമോ? അങ്ങനെ നിന്നിട്ട് ചത്തുപോവും, ബോധം പോവും. അവൾ നിന്ന് മുല മുറിച്ചിട്ട് ഇലയിലാക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നൊക്കെയാണ് കഥ. ഇതുപോലെ കഥയാണ് അമൃതാനന്ദമേ എടുത്ത് പോയാൽ കിഡ്നി എടുത്തിട്ടുണ്ടോ എന്നുള്ള കഥ. ഇങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ ആശ്രമങ്ങളെ, നമ്മുടെ മര്യാദാ സ്ഥാപനങ്ങളെ, നമ്മുടെ ആശ്രയ കേന്ദ്രങ്ങളെ, നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെല്ലാം പുച്ഛിച്ച് നാണം കെടുത്തിയിട്ടും ബോർഡും ചാക്കുബോർഡും വെച്ച് പ്രസംഗിച്ച് നടന്നവർ ഈ വർഷം കണ്ടില്ലേ. അമ്മയ്ക്ക് പ്രത്യേകമായ പുരസ്കാരം. സാധാരണ ജനലക്ഷങ്ങളെ അങ്ങോട്ട് ആശ്ലേഷിക്കുകയും ഉമ്മയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് ഇങ്ങോട്ട് ഉമ്മ ഒക്കെ കൊടുത്തു. അപ്പോൾ എന്താ അതിന് കാരണം? വിനയം കൊണ്ട് ഏത് അസുരനെയും കീഴ്പ്പെടുത്താൻ പറ്റും. തെളിവാണത്. നമുക്ക് വിനയം ഉണ്ടായാൽ മതി. അമ്മ എങ്ങനെയാണ്? അമ്മ എല്ലാവരും നമസ്കരിച്ചിട്ടേ എപ്പോഴും നിൽക്കാറില്ല, എല്ലാവരോടും. അമ്മ ആ ഉണ്മയുണ്ടല്ലോ, the one that passes through everyone, she knows it and she is one with it. അതാണ് എല്ലാവരിലൂടെയും കടന്നു പോകുന്ന ആ ഒരു ചൈതന്യം ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് അറിയാതെ അമ്മയായി തീർന്നു. ബീയിങ് ആൻഡ് ബിക്കമിങ് റിലീജിയൻ വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ആയി തീരലാണ് മതം, പഠിക്കലല്ല. ഒന്നായി തീരലാണ്. അതാണ് കുഞ്ഞുണ്ണി ഭാഷ ഒന്നായാൽ നന്നായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം, ഈ നന്മയുടെ പ്രതീകമായിരിക്കുന്ന വലിയ വിളക്കുകൾ എന്ന് പറയുന്നതൊന്നും പൂർണ്ണമായിട്ടും നല്ല വിളക്കുകളായിക്കൊള്ളുന്നില്ല. അതിലും പലതും ഒക്കെ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നരക ചതുർദശി അജ്ഞാനത്തിൻ്റെ ഇരുട്ടെന്ന് വേണേൽ പറയാം. ഇപ്പം നേരത്തെ നമ്മുടെ എന്താണ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സന്ദേശം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ആ മൂല്യം നമ്മൾ അറിയാതെ പോയില്ലേ? ഇരുട്ടേ ഇല്ല, ലോകത്തെവിടെ ഇരുട്ടില്ല. സൂര്യൻ അസ്തമിക്കുന്നേ ഇല്ല വെച്ചാൽ നമ്മളൊക്കെ തന്നെ നമ്മളെ എത്ര പേര് പിടിക്കപ്പെടും? പണ്ട് പറയുക, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ പകൽ മാന്യന്മാരെല്ലാം വെളിച്ചത്താവെന്ന് പറഞ്ഞ പോലെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് ഞങ്ങൾക്ക് നന്മ മാത്രം മതി, കടവുളേ നന്മ മാത്രം മതി പറഞ്ഞാൽ അന്നാണ് ശരി മക്കളെ, നിങ്ങൾ സൂര്യൻ എപ്പോഴും ഉദിച്ചിരിക്കട്ടെ. നമ്മളെ എത്ര പേർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ ഈ ഇരുട്ടും വേണം, വെളിച്ചവും വേണം. നന്മയും തിന്മയൊക്കെ ഈ ലോകത്തുള്ളതാണ്. ഞാനൊരിക്കലേ വളരെ വളരെ കഷ്ടപ്പെട്ടു. ജീവിത പ്രതിസന്ധി വേറെ ഒന്നല്ല, സാമ്പത്തികമാണ്. ഹിന്ദുവിൻ്റെ പ്രതിസന്ധി എന്താണ്? സാമ്പത്തികമാണ്. കുടുംബ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം എന്താണ്? സാമ്പത്തികമാണ്. വൈഫ് വെറുതെ വഴക്കുണ്ടാകും. എന്താ കാരണം? എന്തോ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. വാങ്ങിച്ചു കൊടുക്കണം. എന്ത് വേണം? പർച്ചേസിങ് പവർ വേണം. പർച്ചേസിങ് പവർ. അതിനെന്ത് വേണം? പണം വേണം, മണി. അതില്ല, ഹിന്ദുവിൻ്റെ അടുത്തില്ല. അപ്പോൾ കലഹങ്ങളുടെ എല്ലാം മൂല കാരണം എങ്ങനെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് പണത്തിൽ തന്നെ വരും കേട്ടോ. അത് മാർക്സ് പറഞ്ഞ സത്യമാണ്. അയാൾ പൂർണ്ണ തിന്മയാണോ? അല്ല, അയാളും നന്മയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അയാളും പഠിക്കാണ്ട്. മാർക്സിൽ നിന്ന് ഞാൻ മാർക്സിസൊക്കെ പുസ്തകം വലിയ വില കൊടുത്ത് വായിച്ചപ്പോൾ പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞ RS ഒന്നും പഠിക്കാനില്ല, അത് വെറുതെയാണ്. വിചാരധാര ഏറ്റവും കൂടുതൽ വാങ്ങി വെക്കുന്ന AK സെൻ്ററിലാണ് എനിക്ക് തോന്നുന്നത്. അതും പഠിക്കാണ്ട്, നമ്മുടെ അടുത്തും പഠിക്കാണ്ട്, അവരതും പഠിക്കാണ്ട്, എല്ലാവരും പഠിക്കാണ്ട്. അപ്പോൾ ഞാനൊരു കക്ഷിക്കാരനല്ല. ഞാൻ ആരുടെയും നമ്മൾ ആരുടെയെങ്കിലും കക്ഷത്തിൽ തലവെച്ച് കൊടുത്താൽ അതിനാണ് നമ്മൾ കക്ഷിക്കാരെന്ന്. തമിഴ്നാട് കച്ചിക്കാരെന്ന് പറയും. ഞാൻ ആരുടെയും കക്ഷത്തിൽ തലവെച്ച് കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ തല വെച്ച് കൊടുത്തിട്ടുള്ളത് ഋഷിമാരുടെ പരമ്പര, ഗുരു പരമ്പര, ഭാരതീയ ഋഷി പരമ്പര, അതിന് പാദങ്ങൾ തല വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മൾക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ. ബാക്കി ഏതെങ്കിലും കക്ഷിയിൽ നിങ്ങൾ പോയി പെട്ടോ, കഴിഞ്ഞുള്ള കാര്യം. നിങ്ങൾക്ക് പിന്നെ ചിന്താശേഷി ആദ്യം തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുക, മോനെ ആ ബ്രെയിൻ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ചോറുണ്ട് മാറ്റി വെച്ചോളൂ, എന്നിട്ട് അത് അടക്കി. അതാണ്. അതുകൊണ്ട് ആ മാതിരി പരിപാടിക്കൊന്നും ആരും പോകണ്ട. നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുക, രാമായണം വായിക്കുക, മഹാഭാരതം വായിക്കുക, അതിന് സോഴ്സസിൽ നിന്ന് വായിക്കണം. ഈ MT വാസുദേവൻ നായർക്ക് അയാളുടെ ആ ഭാവന വളർത്താൻ വേണ്ടി എഴുതിയ പുസ്തകം വായിച്ചിട്ട് രാമായണം വായിച്ചു എന്നാരും പറയരുതേ.
മഹാഭാരതം വായിച്ചു നേരം പറയില്ലേ, മഹാഭാരതത്തിൻ്റെ മൂലകൃതി ഇംഗ്ലീഷിൽ കിട്ടും. നമ്മളിപ്പോൾ ആമസോണിൽ വളരെ വിലക്കുറവാകും. എന്താ അതിൻ്റെ പേര്, നമ്മുടെ ബിബേക് ഡെബ്രോയ് എന്ന് പറയുന്ന ആൾ 10 വോളിയത്തിൽ നല്ല വൃത്തിയായിട്ട് രാമായണം അല്ല മഹാഭാരതം മുഴുവൻ കമ്പോട് ഇംഗ്ലീഷിലേക്ക് അസലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. വായിച്ചോളൂ, വായിച്ചോളൂ. ഒരു സാരി വാങ്ങാൻ 3000 രൂപ മിനിമം വേണം. തൊസാർ സാരി ഞാൻ വാങ്ങി കൊടുത്താൽ 3000 രൂപ മിനിമം വേണം. രാമായണത്തിൽ ഈ പുസ്തകം ഡിസ്കൗണ്ട് ഇപ്പോൾ 2500 രൂപയുള്ളൂ. അത് വാങ്ങിക്കോളൂ, പൈസ ഇല്ലാതെ ആരും പറയണ്ട. പിന്നെ രാമായണം മൂലകൃതി ഇഷ്ടംപോലെ കിട്ടും മലയാളത്തിൽ. നമ്മുടെ ലീലാവതി ടീച്ചർ, ഡോക്ടർ ലീലാവതി നന്നായി സംശോധന ചെയ്ത് DC ബുക്സ് 4 വോളിയം ഇറക്കുന്നുണ്ട്. വാങ്ങിക്കോളൂ, വാങ്ങി വെക്കൂ, വീട്ടിൽ വായിക്കൂ. മക്കളെ പറഞ്ഞു കൊടുക്കും, മക്കൾ കള്ളക്കഥ പറഞ്ഞു കൊടുക്കരുത്. മൂലരാമായണത്തിലും മൂലമഹാഭാരതത്തിലും എന്തുണ്ടെന്ന് വായിക്കണം നിങ്ങൾ. അപ്പോൾ അതിൽ എല്ലാ മൂല്യങ്ങളും താനേ വന്നോളും. മഹാഭാരത കാലത്ത് എത്തിയപ്പോഴേക്ക് എന്താ സ്ഥിതി? ദുര്യോധനൻ എന്ന് പറഞ്ഞവൻ ഞാൻ കണ്ട ഏറ്റവും വലിയ തെമ്മാടിയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. അപ്പോൾ ദുര്യോധനെ കണ്ട് നമ്മൾ എന്താ പഠിക്കുന്നത്? കലിയുഗത്തിൽ ജീവിക്കാനുള്ള സ്കില്ല് നമുക്ക് സത്യത്തിൽ തന്നത് ശ്രീകൃഷ്ണനല്ല, ദുര്യോധനാണ്. ഇത് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുക. ആ പാഠം കൃഷ്ണൻ പഠിപ്പിക്കാൻ പറ്റില്ല. കൃഷ്ണൻ അങ്ങനെ തിന്മ ചെയ്യാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ ഒരിക്കലും ദുര്യോധനെ പോലെ ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ദുര്യോധന എന്തിനാണ് വന്നിരിക്കുന്നത്? ദുര്യോധന അവിടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ കലിയുഗത്തിൽ ആളുകൾ എങ്ങനെയൊക്കെ പെരുമാറും, എന്തൊക്കെ ട്രെച്ചറി, എന്തൊക്കെ തരം ചതി, എന്തൊക്കെ തരം വഞ്ചനകൾ ചെയ്യുന്നുള്ളത് ദുര്യോധനിൽ അതെല്ലാം ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ശ്രീകൃഷ്ണനേക്കാൾ കലിയുഗത്തിൽ ജീവിക്കാൻ നമുക്ക് പാഠങ്ങൾ തന്നയാൾ ദുര്യോധനാണ്, അല്ലേ? സംശയമില്ല. അപ്പം ആ ഒരു പാഠം ശ്രീകൃഷ്ണന്റെ ഫിലോസഫിയിലില്ല. ആ പാഠം എവിടെയുള്ളത്? ദുര്യോധനാണുള്ളത്. അതുകൊണ്ട് ദുര്യോധനിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചാൽ കല്ലിൽ നിന്നും ശില്പം കൊത്തിയോളെ. അതാ ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു എക്സ്ട്രാക്ട് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ്. ഇരുട്ടിന്റെ പ്രതീകമായി നമ്മൾ ആരെ കാണുന്നോ അവരിൽ നിന്നും എങ്ങനെ ആവരുത് എന്നെങ്കിലും പഠിക്കാൻ പറ്റും. നന്മയുടെ പ്രതീകമായി കാണുന്നത് നേരിട്ട് നന്മ സ്വീകരിക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ലാഭം തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ മാറ്റേണ്ടത്? അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പരിസ്ഥിതി മാറ്റാൻ നോക്കണ്ട മക്കളെ, മനസ്ഥിതി മാറ്റിയാൽ മതി. We can't change the environment, we can only change our attitude towards it, the mentality. നമ്മുടെ മാനസികാവസ്ഥ മാറ്റാൻ പറ്റും. അതായത് ദൃഷ്ടിയാണ് സൃഷ്ടി. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ലോകത്തെ ഓരോന്നിനും ഡിഫൈൻ ചെയ്യുന്നത് എനിക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയ വൈദിക ശിക്ഷണത്തെ വെച്ചുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ ചെറുപ്പത്തിലെ മാർക്സിൻ്റെയോ ലേഗൽസിൻ്റെയോ പുസ്തകം വായിച്ചു കൊടുത്തിട്ടോ മൂലധനം ആർക്കും മനസ്സിലാവും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. എനിക്ക് വായിച്ചു എന്നൊക്കെ ഒരു തള്ളു, പക്ഷേ മനസ്സിലാവില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ പല പുസ്തകങ്ങളും വായിച്ച് അവർ ലോകത്തെ കാണുന്ന മറ്റൊരു രീതിയിലാണ്. ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ മകൻ ചെറുപ്പത്തിലെ ഖുറാനും ഹദീസും ഒക്കെ അവൻ ലോകത്തെ വേറെ രീതിയിലാണ്. ക്രിസ്ത്യാനിയുടെ മകൻ വേറെ. അപ്പോൾ ഒരു ലോകമല്ല ഉള്ളത്. ഓരോരുത്തരും അവനവൻ ചെറുപ്പത്തിലെ ആർജിക്കുന്ന സംസ്കാര വിശേഷങ്ങളിൽ നിന്നാണ് ലോകത്തെ കാണുന്നത്. അതിൽ ഭാരതീയ സംസ്കാരത്തിൽ നിങ്ങളോട് പറയാനുള്ള എന്താണ്? അസത്തോമാ സദ്ഗമ എന്ന് പറഞ്ഞാൽ എന്നെ വേഗം വന്നിട്ട് അസത്യത്തിൽ നിന്ന് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയിക്കോളുന്നല്ല. അസത്യത്തിൽ നിന്നും എന്ന് വെച്ചാൽ ഫ്രം ദാറ്റ് അൺട്രൂത്ത് ഐ മസ്റ്റ് എക്സ്ട്രാക്ട് ട്രൂത്ത്. അതതിൻ്റെ അർത്ഥം. എല്ലാവരും എന്താ പറഞ്ഞു വെച്ചേക്കണം അറിയോ? അസത്യം പഞ്ചാബിലും സത്യം കേരളത്തിലും. അപ്പോൾ പഞ്ചാബിൽ പോയിട്ട് ഗുരുവിനെ കൂട്ടിക്കൊണ്ട് രമനെ അതൊക്കെ വിഡ്ഢിത്തരാണ്. ദുര്യോധനാകുന്ന അസത്യത്തിൽ നിന്നും ശ്രീകൃഷ്ണനാകുന്ന സത്യത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ. അല്ലെങ്കിൽ കംസന്റെ അസത്യത്തിൽ നിന്നും എനിക്ക് കൃഷ്ണന്റെ നന്മ തിരിച്ചറിയാൻ പറ്റട്ടെ. അതായത് ഫ്രം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇങ്ങോട്ടൊന്നൊരു ഗമനത്തിൻ്റെ അർത്ഥമില്ല. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിക്കണം. അസത്യത്തിൽ തന്നെ നിനക്കുള്ള പാഠം വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. ബൈക്കുമായിട്ട് പോവുകയാണ് റോട്ടുമ്മ കൂടെ. അപ്പോൾ ഈ സർക്കാരിന് എല്ലാ മാസവും ഈ പൈസ ആക്കി കൊടുക്കുന്ന പരിപാടിയില്ല പോലീസുകാർക്ക്, കാട്ടിക്കിട്ട ആൾക്കാർക്ക്. അപ്പോൾ അവരിങ്ങനെ തടയും. കടലാസ് കൊണ്ട മറ്റേ കടലാസ് കൊണ്ട അതിൻ്റെ പുക അടച്ചിട്ടില്ല, മറ്റേ അടച്ചില്ല. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈശ്വരൻ പെട്ടല്ലോ. അങ്ങനല്ല, അതിലൊരു പാഠമുണ്ട്. ഹെൽമെറ്റ് വെച്ചില്ല, അയാൾ പിടിച്ചു, ഫൈൻ അടച്ചു. നാളെ അത് ചെയ്യാതിരിക്കാനുള്ള പാഠം എവിടെയാണുള്ളത്? ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറമേ തോന്നുന്ന തിന്മയായി തോന്നുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈശ്വരൻ അതിൽ ഗുണപാഠം ഒളിപ്പിച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഡു നോട്ട് ഡിസ്കാർഡ് എനിത്തിങ് ആസ് യൂസ്ലെസ്. There will be use in everything if you can see the truth in that. നിങ്ങൾക്ക് ആ സത്യം തിരിച്ചറിയാനുള്ള കണ്ണുണ്ടെങ്കിൽ, ദൃഷ്ടി ഉണ്ടെങ്കിൽ, ഏതിൽ നിന്നും നിങ്ങൾക്ക് നന്മ തിരിച്ചെടുക്കാൻ പറ്റും. അതാണ് അസതോമാ സത്യം എന്ന് പറഞ്ഞാൽ. അസത്യം ശ്രീലങ്കയിലും സത്യം പഞ്ചാബിലും അങ്ങനെയല്ല. ശ്രീലങ്കയിൽ ഇരിക്കുന്ന രാവണൻ എന്ന അസത്യത്തിൽ തന്നെ രാമൻ പാഠം വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അവിടെ നിന്നാണ്, അവിടെ ഫ്രം ദ വെരി സ്പോട്ട്, ഫ്രം ദ വെരി സിറ്റുവേഷൻ വെരി ഇസ് ഹാപ്പനിങ്. പിന്നെയോ തമസോമ ജ്യോതിർഗമന, ഇരുട്ടത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൂട്ടിയിട്ട് ട്യൂബ്ലൈറ്റിനടുത്ത് കൊണ്ടുപോകാൻ നല്ല ഗമന അല്ലാതെ ആ ഇരുട്ടിൽ തന്നെ നിന്റെ വെളിച്ചമുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്നറിയോ? ഞാൻ ഈ താരാപീഠത്തിൽ പോയ കഥയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇരുട്ടുള്ള സ്ഥലത്തൊരു പ്രത്യേകത വെച്ചാൽ, ഇരുട്ട് ശീലിച്ചാൽ നിങ്ങൾ വേറെ വെളിച്ചം വേണ്ട. ഇരുട്ട് ശീലിച്ചാൽ
വെളിച്ചം വേണ്ടെന്നാണ്. എന്നുവെച്ചാൽ ഇരുട്ടിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ജാഗ്രത പ്രാപിക്കുന്നു. ശരിയല്ലേ? ഇരുട്ടത്ത് അല്ലെങ്കിൽ അപകടസന്ധിയിൽ നമ്മുടെ ശരീരം 10 മടങ്ങ് ജാഗ്രത ഉള്ളാവുന്നു, മനസ്സ് 10 മടങ്ങ് ജാഗ്രത പാലിക്കുന്നു. അത് വെളിച്ചത്തിൽ സംഭവിക്കില്ല. ഇരുട്ടത്തിരുന്ന് ശീലിച്ചാൽ, അതുകൊണ്ടാണ് തപസ് ചെയ്യാൻ വേണ്ടി ഗുഹയ്ക്കകത്ത് പോകുന്നത്. അവർക്കെന്താ ഈ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി തപസ് ചെയ്തൂടെ? എന്തിനാ ഗുഹയ്ക്കകത്ത് പോകുന്നത്? You are going to the darkness because the darkness is your master. From the darkness you can extract the light as you are in the milking a cow. ഒരു പശുവിനെ കറക്കുന്ന പോലെ ആ ഇരുട്ടിൽ തന്നെ നിങ്ങൾക്ക് പാഠം കണ്ടെത്താൻ പറ്റും. ഞാനിപ്പോൾ ഇയാളെ എല്ലായിടത്തും ഞാൻ കോട്ട് ചെയ്യാറില്ല. ഈ സന്ദർഭത്തിൽ പറയാണ്, പരമഹംസ യോഗാനന്ദൻ സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ട് ആളാണ്. പുസ്തകത്തിൽ മുഴുവൻ 90% ബൈബിളാണ്. വായിക്കാതിരിക്കാൻ നല്ലത് ഹിന്ദുക്കൾ. വേണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ചിലപ്പോൾ അവന് യോഗ്യ താല്പര്യം വന്നിട്ട് ഇങ്ങോട്ട് വരും. ഹിന്ദുവിന് കൊടുത്താൽ പിറ്റേ നമുക്ക് കുരിശുമായിരിക്കും. പോട്ടെ, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും അയാളുടെ ഒരു കാര്യം ഞാൻ കണ്ടെത്തിയത്, അയാളൊരു കാര്യം പറയണ്ട, പരമഹംസ യോഗാനന്ദൻ. എന്താ അറിയോ? അതായത് അയാളൊരു ദിവസം അയാളുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അപ്പോൾ അയാൾ ഒറ്റയ്ക്കായി. അമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു. അമ്മ മരിച്ചപ്പോൾ ആ ദുഃഖം കുട്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പേടിയാണ്. കാരണം കണ്ണടച്ച ഇരുട്ടാണ്, ഇരുട്ട് പേടിപ്പിക്കുന്നു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം, ഇരുട്ടിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നീന്ന്. അയാൾ ആത്മകഥയിലുണ്ടത്, ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന പുസ്തകത്തിലുണ്ട്. ഹിന്ദുക്കൾ വായിക്കാതിരിക്കാൻ നല്ലത്, പിറ്റേന്ന് പോയി കുരിശ് വരിക്കും. ക്രിസ്ത്യാനികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല പുസ്തകമാണ്. ഞാനൊരു 10 ക്രിസ്ത്യൻ കുടുംബത്തിന് തന്നെ മാമോസിക്ക് കൊടുത്തു ഗിഫ്റ്റ്. അവർ നല്ലോണം പറയാം, നല്ല കാര്യങ്ങൾ. കാരണം അവർക്ക് മനസ്സിലാവും, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു സാധനം അതിലുണ്ട്, ഒരു എൻട്രി ബോർഡ് ഉണ്ട്. നമുക്കെന്താ അറിയോ? നമ്മൾ പിറ്റേന്ന് കൃഷ്ണൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ബാബുവാനിൻ്റെ ഇയാളെ ഫോട്ടോ യേശുവിൻ്റെ, അതാ പ്രശ്നം വരിക. ഹിന്ദുക്കൾ എപ്പോഴും അങ്ങോട്ട് ഓടാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട്, കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ടാണ്, ആ ഇരുട്ട് ഭയപ്പെടുത്തുന്നു. ഇരുട്ടിൻ്റെ അപ്പുറത്ത് എന്താണ് നീ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദ്യം ഉള്ളിൽ നിന്ന് വരികയാണ്. അപ്പോൾ അത് പറയുന്നത് ഡിവൈൻ മദർ കാളി കറുത്തവളാണ്, കൃഷ്ണൻ കറുത്തവനാണ്. ഇവരെല്ലാം വെളിച്ചത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇരുട്ടിലെ പ്രതീകങ്ങളാണോ? അല്ല, ആത്മജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ്. എങ്ങനെയായി? സോ ദ സീക്രട്ട് ടു ലൈഫ് ലൈസ് ഇൻ ഡാർക്ക്നെസ്, നോട്ട് ഇൻ ലൈറ്റ്. എൻലൈറ്റൻമെന്റ് എന്ന് പദമുണ്ട്. അതിന് നിർവ്വാണം എന്ന് പറയും. നിർവ്വാണം എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? കെട്ടുപോവാന്നർത്ഥം, തിരി കെട്ടുപോകണ അർത്ഥം. അതായത് നിങ്ങളിപ്പോൾ കത്തിച്ച് ഇന്ദ്രിയങ്ങളുടെ ലൈറ്റൊക്കെ കെടുത്തുക, എല്ലാം ഓഫ് ചെയ്യുക, കണ്ണടക്കുക, കണ്ണേ മടങ്ങുക, ഉള്ളിലെ ഇരുട്ടിനെ ആസ്വദിക്കുക. ഇരുട്ടിൻ്റെ അകത്ത് നിന്ന് വെള്ളത്തിൻ്റെ, അതായത് പെരുവെള്ളത്തിൻ്റെ പോലെ, അതായത് പ്രളയജലം പോലെ വെളിച്ചം നിങ്ങളെ ഇൻഗൾഫ് ചെയ്യും. അതിനെയാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആത്മജ്ഞാനം ഇരിക്കുന്നത് വെളിച്ചത്തിലൊന്നും ട്യൂബ്ലൈറ്റിൻ്റെ അടിയിലൊന്നുമല്ല, കണ്ണടച്ചുള്ള ഇരുട്ടിൻ്റെ ഉള്ളിൽ, ഇരുട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന വെളിച്ചമാണ് ആത്മസാക്ഷാത്കാരം. അതിൻ്റെ പ്രതീകമാണ് അമാവാസിയുടെ അടുത്ത തിഥിയിലെ ഈ ദീപാവലി. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു യോഗി എന്താണ് കാണുക? രമണ ഭഗവാൻ തമിഴിൽ പറഞ്ഞു, യോഗി ഒളി കാണും. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, യോഗി ഒളി കാണും. എന്താണ്? പ്രാണായാമം ചെയ്യുകയും കണ്ണടച്ചിരുന്ന് പ്രാണായാമം ചെയ്യുകയും ഉള്ളിൽ ധ്യാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ആഴി കടന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം കാണും. എന്തുപോലെ? അവിദ്യാനാം അന്തസ്തിമിര വിഹരദ്വീപനഗരി. ശങ്കരാചാര്യ പറഞ്ഞു, അജ്ഞാനികളുടെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റുന്ന ജ്ഞാനസൂര്യൻ ഉദിക്കുന്ന ദ്വീപനഗരിയാണ് അമ്മ. അങ്ങനെയാണ്. ആ ദ്വീപനഗരിയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുദ്ധിത. ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ആകാശത്ത് ഉയർന്നാൽ എങ്ങനെ ഒരു പ്രകാശം ഉണ്ടാകുമോ ആ പ്രകാശമാണ് ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം. അതെവിടെ നിന്ന് കടഞ്ഞാണ്? ഇരുട്ട് കടഞ്ഞുണ്ടാക്കിയ തീയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീപാവലി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ദീപമാണ്. അത് പുറത്ത് തെളിയിച്ചിട്ട് കാര്യമില്ല, അകത്തു തെളിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നാമം, ഏറ്റവും ലോകത്ത് പല്ലില്ലാത്തവനും ജപിക്കാൻ പറ്റിയ നാമം ഏതാണ്? രാമനാമമാണ്. രാമനാമം നിരന്തരം ജപിക്കുമ്പോൾ നിങ്ങളിലെ അഗ്നി ഉണരുകയും നിങ്ങളുടെ അകത്ത് നിങ്ങളെ കലുഷിതമാക്കുന്ന എല്ലാ ഇരുട്ടും താനേ മാറി ഇരുട്ട് കടഞ്ഞ് സൂര്യനെ ഉത്പാദിപ്പിക്കാൻ ശക്തരാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് തസ്യ അമൃതസ്യ പുത്ര എന്ന് വേദം നമ്മളെല്ലാം വിളിച്ചത്. നമ്മളെല്ലാം അമൃതത്വത്തിൻ്റെ സന്താനങ്ങളാണ്. ലീഗൽ ഏസ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റ് പുറത്തല്ല, അകത്താണ്. അതിന് കണ്ണടയ്ക്കണം. അങ്ങനെ കണ്ണടച്ച് അകത്തുള്ള അന്ധകാരത്തിൽ നിന്നും, എന്ന് വെച്ചാൽ ഫ്രം ദ വെരി ഡാർക്ക്നെസ് യു ക്യാൻ ഫൈൻഡ് യുവർ ലൈറ്റ്സ്. ഇതാണ് തമസോമ ജ്യോതിർഗമ എന്ന വേദവാക്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം. ഇത് കണ്ടെത്തും വരെ നമ്മളിങ്ങനെ പുരാണ കഥകളിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദീപാവലിയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്തിരിക്കുന്ന ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്ന് രമണ ഭഗവാൻ പറഞ്ഞ ആ ബ്രഹ്മസ്വരൂപത്തെ ഇരുട്ടാകുന്ന ഹൃദയ ഗുഹയ്ക്കകത്ത് കടന്നിട്ട് വേണം കടഞ്ഞെടുക്കാൻ. ഇരുട്ടിൽ നിന്ന് മാത്രമേ വെളിച്ചം ഉണ്ടാവുകയുള്ളൂ.
എന്നുവെച്ചാൽ ആ അന്ധകാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അന്ധകാരം എന്ന് വിളിക്കുന്ന വെളിച്ചത്തിൻ്റെ അഭാവത്തിലാണ് സത്യത്തിൽ വെളിച്ചത്തിൻ്റെ ഒളിച്ചിരിക്കുന്ന ഇടമുള്ളത്. അത് കണ്ടെത്താൻ നമുക്ക് ഏവർക്കും ഈ ദീപാവലിയിൽ പ്രതിജ്ഞ എടുക്കാം, അതിനുള്ള തപസ്സുകൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായും ഉയരാം, നല്ല ആർത്ഥിക ശക്തി ഉണ്ടാവണം, ആത്മീയ ശക്തിയുണ്ട്. രണ്ടും ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായ സമൃദ്ധമായ ഹിന്ദു സമാജം ഉണ്ടായി വരുന്നത്. ഈ ആഞ്ജനേയ സേവാ ട്രസ്റ്റ് ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങൾ അത്ഭുതകരങ്ങളായ സേവാ പ്രവർത്തനങ്ങളാണ്. ഞാൻ പലതവണ ഇദ്ദേഹം എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്, എനിക്ക് സന്തോഷം. ഇവിടെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് ആഹാരം കൊടുക്കുക, എല്ലാവർക്കും ആഹാരം കൊടുക്കണം. അന്നദാനം മഹാദാനമാണ്. അപ്രകാരം അന്നലക്ഷ്മി കൂട്ടിക്കൊള്ളുന്ന രാമചന്ദ്രസ്വാമിയുടെ സാന്നിധ്യമുള്ള ആഞ്ജനേയൻ്റെ സാന്നിധ്യമുള്ള ഈ ആഞ്ജനേയ സേവാ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും 1000 മടങ്ങ് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ സന്ദേശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നന്മയിൽ തിന്മയുണ്ട്, തിന്മയ്ക്കകത്ത് നന്മയുണ്ട്. ദൃഷ്ടി മാറ്റിയാൽ മതി, നിങ്ങൾക്ക് നന്മയെ കാണാനാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സാക്ഷാൽ പരമശിവൻ്റെ, സാക്ഷാൽ കൈലാസനാഥൻ്റെ, സാക്ഷാൽ കാശിനാഥൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകി കാന്തസ്മരണം, ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല, അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം.